ഗുഡ് ഈവനിങ് എല്ലാവരും ആയോ? നമുക്ക് തുടങ്ങാം. ഹലോ, ഹലോ, കേൾക്കാവോ ഞാൻ പറയുന്നത്? തുടങ്ങിക്കോട്ടെ. ഓക്കെ ഓക്കെ റൈറ്റ്. നമ്മൾ കഴിഞ്ഞ ദിവസം പൈക്കുന്ന ക്ലാസിഫിക്കേഷനിൽ മുനീറയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എവിടം വരെ പഠിച്ചെന്ന് ഓർക്കുന്നുണ്ടോ? പറയാവോ? മുനീറ എവിടം വരെ എത്തിയെന്ന്? മുനീറ കംപ്ലീറ്റ് ആയിരുന്നു. മുനീറ തീർന്നിരുന്നു. നമ്മൾ പ്രോട്ടിസ്റ്റ് ആണ് തുടങ്ങുന്നത് അല്ലേ? ഫസ്റ്റ് ഇങ്ങനെ തീർന്നില്ലേ? മുനീറ തീർന്നോ? ഞാൻ നോട്ട് സാറിന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സാർ ഒന്ന് നോട്ട് ഇട്ട് തരും. കഴിയുന്നിടത്തോളം ക്ലാസ് കഴിഞ്ഞ ഉടനെ നോട്ട് കൊണ്ട് നോക്കണേ. ഓക്കെ, കണ്ടിന്യൂ ചെയ്യുകയാണേ. നമ്മള് ലാസ്റ്റ് അതിന് 3 ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞ് ഇച്ചിരി അഡ്വാൻസ് സമയം എടുത്തിട്ടാണ് നമ്മൾ നിർത്തിയത്. നമ്മൾ ഏതൊക്കെയായിരുന്നു 3 ഗ്രൂപ്പ്സ് മുനീറയിലെ? മുനീറിലെ 3 ഗ്രൂപ്പ്സ് ആർക്കിബാക്ടീരിയ, യൂബാക്ടീരിയ, മൈക്കോപ്ലാസ്മ. 3 ഗ്രൂപ്പുള്ള ആർക്കിബാക്ടീരിയ, യൂബാക്ടീരിയ, മൈക്കോപ്ലാസ്മ. അതിന്റെ 3ന്റെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു. നമ്മൾ ഫൈക്കിന്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫൈക്കിന്റെ ക്ലാസിഫിക്കേഷൻ 5 കിങ്ഡംസ് ആണ്: മുനീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ച്, പ്ലാന്റ്, അനിമേലിയ. അല്ല, മുനീറയാണ് നമ്മൾ ഫിനിഷ് ചെയ്ത്. ഇനി നമുക്ക് അടുത്ത പഠിക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് പ്രോട്ടിസ്റ്റ എന്ന ഏരിയ ആണ്. ഓക്കെ, ഇത് തുടങ്ങുവാണേ. പ്രോട്ടിസ്റ്റ. എന്താ പ്രോട്ടിസ്റ്റയുടെ ജനറൽ ക്യാരക്ടേഴ്സ് എന്തൊക്കെ പറയാം? പ്രോട്ടിസ്റ്റയുടെ ജനറൽ ക്യാരക്ടേഴ്സ് എന്തൊക്കെ പറയാം? ഇവിടെ നോക്കണേ. പ്രോട്ടിസ്റ്റയുടെ ജനറൽ ക്യാരക്ടേഴ്സ് നോക്കണമെങ്കിൽ ഇവിടെ ഏറ്റവും ബാക്കിലേക്ക് എത്തണം. നമ്മൾ ഫൈക്കുന്ന ക്ലാസിഫിക്കേഷൻ പഠി. ഇതാണ് പ്രോട്ടിസ്റ്റയുടെ ജനറൽ ക്യാരക്ടേഴ്സ്. ക്ലിയർ ആണല്ലോ? കേൾക്കുന്നില്ലെങ്കിൽ പറയണം. പ്രോട്ടിസ്റ്റിൽ വരുന്ന എല്ലാ മെമ്പേഴ്സും എങ്ങനെയാണ്? യൂക്കാരിയോട്ടിക് ഓർഗാനിസം ആണ്. പ്രോട്ടിസ്റ്റ മെമ്പേഴ്സ് എല്ലാവരും തന്നെ യൂക്കാരിയോട്ടിക് ഓർഗാനിസം ആണ്. സെൽ വോൾ പ്രസന്റ് ഇൻ സം. അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. ചില മെമ്പേഴ്സിൽ
സെൽ വോൾ ഉണ്ട്, ചില മെമ്പേഴ്സിൽ സെൽ വോൾ ആബ്സെന്റ് ആണ്. അപ്പൊ സെൽ വോൾ ഉള്ള മെമ്പേഴ്സും അതുപോലെ സെൽ വോൾ ഇല്ലാത്ത മെമ്പേഴ്സും പ്രോട്ടിസ്റ്റേൻ ഉണ്ട്. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസന്റ്, അത് ഓൾറെഡി നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. കാരണം ഈ ഓർഗാനിസം യൂകാരിയോട്ടിക് ഓർഗാനിസം ആണ്. യൂകാരിയോട്ടിക് ഓർഗാനിസം മീൻസ് ദേ ഹാവ് എ ക്ലിയർ ന്യൂക്ലിയർ മെംബ്രെയിൻ. പിന്നെ ബോഡി ഓർഗനൈസേഷൻ എങ്ങനെയാണ്? സെല്ലുലാർ ആണ്. കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ നമുക്ക് യൂണിസെല്ലുലാർ. ഇവർ രണ്ടും യൂണിസെല്ലുലാർ ഗ്രൂപ്പിനകത്ത് വരുന്നു. അപ്പൊ ബോഡി ഓർഗനൈസേഷൻ എങ്ങനെയാണ്? യൂണിസെല്ലുലാർ ആണ്. ഇനി മോഡ് ഓഫ് ന്യൂട്രീഷൻ എങ്ങനെയാണ്? ഓട്ടോട്രോപിക് ഉണ്ടാവാം, അതോടൊപ്പം തന്നെ ഹെക്ടോട്രോപിക് ഉണ്ടാവാം. നമ്മൾ ആദ്യം പറഞ്ഞ മൊനീറ മെമ്പേഴ്സിനെ പോലെ തന്നെ പ്രോട്ടിസ്റ്റ മെമ്പേഴ്സിലും ഓട്ടോട്രോപിക് ഓർഗാനിസം ഉണ്ട്, പിന്നെ ഹെറ്ററോട്രോപിക് ഓർഗാനിസം ഉണ്ട്. ഇനി ഓട്ടോട്രോപിക് ഓർഗാനിസം ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസം ഉണ്ട്, ഇവിടെ കീമോസിന്തറ്റിക് ഒന്നുമില്ല, അത് ഓർത്തോണേ. മുനീറയില് ഓട്ടോട്രോപിക് ഓർഗാനിസം കണ്ടോ, കീമോസിന്തറ്റിക് ഉണ്ട്, ഫോട്ടോസിന്തറ്റിക് ഉണ്ട്. ഇവിടെ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസം മാത്രമേ ഉള്ളൂ. കെമിക്കൽ സബ്സ്റ്റൻസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാർ പ്രോട്ടിസ്റ്റ ഗ്രൂപ്പിലില്ല. ഇനി അടുത്തത് ഹെറ്ററോട്രോപിക് ഓർഗാനിസം വരുമ്പം അത് ഇവിടെ കൊടുക്കാത്തതാണ്, അത് വേണം നമുക്ക് എഴുതി വെക്കാൻ. അഡീഷണൽ ആയിട്ട് രണ്ട് ഗ്രൂപ്പും. ഇതേപോലെ തന്നെ പാരസൈറ്റ്സ് ഉണ്ട്, പിന്നുള്ളത് സാപ്രോഫൈറ്റ്സും ഉണ്ട്. പാരസൈറ്റും സാപ്രോഫൈറ്റ്സും. അപ്പൊ ജനറലി വി ക്യാൻ സേ what are the characters of kingdom protista? They are eukaryotic organism. Some of them have cell wall, then nuclear membrane is present, so they are categorized under the group eukaryotes. Then body organization is unicellular, and their mode of nutrition is autotrophic, which maybe is only one type, that is photosynthetic, and second category is heterotrophic, that is either parasitic or saprophytic. ഇത്രയും പോയിന്റ്സ് 1 2 3 4 5 ഇതിൽ തന്നെ രണ്ട് പോയിന്റ്സ് ഉണ്ട്. ഇത്രയും പോയിന്റ്സ് നമുക്ക് ജനറൽ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ വാട്ട് ആർ ദ സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് പ്രോട്ടിസ്റ്റ എന്ന് ചോദിച്ചാൽ എഴുതാൻ പറ്റുന്നത് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇത് ജനറൽ ക്യാരക്ടേഴ്സ് ഓഫ് പ്രോട്ടിസ്റ്റ ചോദിച്ചു കഴിഞ്ഞാൽ താഴേക്ക് എഴുതുക. ജനറൽ ക്യാരക്ടേഴ്സ് ഓഫ് മുനീറ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും പോയിന്റ്സ്. ഇത് മാത്രം എഴുതിയപ്പോൾ ഇതിലൂടെ കണക്ട് ചെയ്ത് തന്നെ സെൽ ടൈപ്പ് ഇന്നതാണ്, സെൽ വോൾ ഇങ്ങനെയുള്ളതാണ്, ന്യൂക്ലിയർ മെംബ്രെയിൻ ഇതും കൂടെ കണക്ട് ചെയ്ത് എഴുതണം. ഞാൻ മുന്നോട്ട് മൂവ് ചെയ്യുവാണ്. ഞാൻ പ്രോട്ടിസ്റ്റയുടെ ജനറൽ ക്യാരക്ടേഴ്സ് ആണ് പറഞ്ഞത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോണം കേട്ടോ. ചാറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നിങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നിങ്ങളൊന്ന് സംസാരിച്ചാൽ മതി, ചോദിച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ പ്രോട്ടിസ്റ്റയുടെ ക്ലാസിഫിക്കേഷനിലേക്ക് വരികയാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോട്ടിസ്റ്റ. നോട്ട് ചെയ്യാൻ പറഞ്ഞല്ലോ, നോട്ട് ഷെയർ ചെയ്യാം, സാറ് ഷെയർ ചെയ്ത് തരും. പക്ഷേ അതിനോടൊപ്പം നോട്ട് ഉണ്ട് എങ്കിൽ കൂടി നിങ്ങൾ ലെക്ചർ നോട്ട് ഒന്ന് കോപ്പി ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. നിങ്ങൾ ഇതിന്റെ ഒപ്പം ഒരു പേനയും കൂടെ ചെയ്തത് ഒരു ചെറിയ ബുക്ക് അതിന് വേണ്ടി വെച്ചിട്ട് ലെക്ചർ നോട്ടും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ടോപ്പിക്കിലേക്ക് എത്തിപ്പെടാൻ പറ്റും. പ്രോട്ടിസ്റ്റിലേക്ക് പോരുകയാണ്. പ്രോട്ടിസ്റ്റിനെ പിന്നെ സെപ്പറേറ്റ് ചെയ്ത് 5 സബ് ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒരെണ്ണമാണ് ക്രൈസോഫൈറ്റ്സ്. അടുത്ത ഗ്രൂപ്പിന്റെ പേരാണ് ഡൈനോഫ്ലജല്ലേറ്റ്സ്. രണ്ടാമത്തെ ഗ്രൂപ്പ്. And third group is euglenoids. And last category is chrysophates, dinoflagellates, euglenoids, and the slime mold. Last category is protozoans. Okay. ഇനി ഈ ക്രൈസോഫൈറ്റ്സിനെ അഗെയിൻ 2 സബ് ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്താണ് ഡയറ്റംസ്. And second one is diatoms. Second one desmids, DESMIDS. ഇപ്പൊ ഡയറ്റംസും ഡെസ്മിഡ്സും. ഡയറ്റത്തിനെ ഗോൾഡൻ ആൽഗെ, ഡെസ്മിഡ്സിനെ ഗോൾഡൻ ബ്രൗൺ. ഞാൻ എഴുതി തരാം. ഓക്കെ, അപ്പൊ ക്രൈസോഫൈറ്റ്സിന് 2 ഗ്രൂപ്പ്സ് ഉണ്ട്. ഡയറ്റംസ് ഉണ്ട്, ഡെസ്മിഡ്സ് ഉണ്ട്. ഡൈനോഫ്ലജേറ്റ്സിന് സെപ്പറേറ്റ് കാറ്റഗറൈസേഷൻ ഇല്ല, യുഗ്ലിനോയിഡ്സിന് ഇല്ല, സ്പൈമോയിഡ്സിന് ഇല്ല. പക്ഷെ ലാസ്റ്റ് കാറ്റഗറി ആയ പ്രോട്ടോസോവൻസിനെ ഇവനെ പിന്നെ 4 സബ് ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണമാണ് അമീബോയിഡ് പ്രോട്ടോസോവൻ. അടുത്ത രണ്ടാമത്തത് ഫ്ലജല്ലേറ്റഡ് protozoan. Then മൂന്നാമത് ciliated
ഉണ്ട്, CILIATED, ciliated protozoan. Last one, sporozoans. ഓക്കെ, നമുക്കുള്ളൊരു കാര്യം ചെയ്യണം, ഇത് ഇതുപോലെ ഒന്ന് എഴുതിയെടുക്കണം. കാരണം എന്താണെന്നറിയോ, നമ്മുടെ ടെക്സ്റ്റിനകത്തോ അല്ലെങ്കിൽ വേറെ നോട്ടുകൾക്കകത്തോ അല്ലെങ്കിൽ എഴുതിനകത്തൊന്നും ഇതുപോലെ ഒരു എന്താ പറയുക, ഒരു ചാർട്ട് ബേസ്ഡ് പ്രസന്റേഷൻ ഇല്ല. അപ്പൊ ഇത് തന്നെ എഴുതിയെടുക്കുക. വായിക്കാൻ ഏതെങ്കിലും വേർഡ്സ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. ഒരു പെൻസിലൊക്കെ എടുത്ത് വെച്ചത് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് പ്രൊണൗൺസിയേഷൻ എഴുതി വെക്കുക. കാരണം നമ്മൾ പലപ്പോഴും നമ്മൾ എഴുതുന്ന പോലെ തന്നെയല്ല വായിക്കുന്നത്. അതുകൊണ്ടാണ്. ഒന്നാമത്തെ പേര് ക്രൈസോഫൈറ്റ്സ്, രണ്ടാമത്തെ ഡൈനോഫ്ലജലേറ്റ്സ്. Okay, third one, euglenoids, then slimodes, then protozoans. Chrysophytes, dinoflagellates, euglenoids, slimodes, protozoans. Protozoans are again classified in the amoeboid protozoan, flagellated protozoan, ciliated protozoan, and last one, sporozoans. Okay, now ready ആക്കിക്കോ, എഴുതി എടുത്തേ പെട്ടെന്ന്. ഇത് പ്രോട്ടോസോൺസ് അല്ലേ, ഗോൺസ് അല്ലല്ലോ? ഇതുപോലെ പ്രോട്ടോസോവൻസ്, PROTOZOANS. സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ഒരു മിനിറ്റ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. PROTOZOANS, പ്രോട്ടോസോവൻസ്, ZOANS, കറക്റ്റ്. പ്രോട്ടോസോവ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്ന ഒന്നാണ് പ്രോട്ടോസോവൻസ്, ZOANS. കോപ്പി ചെയ്തോ? കോപ്പി ചെയ്തെന്ന് റെസ്പോണ്ട് ചെയ്തേക്കണേ. എവരിബഡി കണ്ടിന്യൂ ചെയ്യാല്ല, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഓക്കെ പറഞ്ഞോളൂ. ഓക്കെ, ഡെസ്മിഡ്സിന് പറയുന്ന പേര് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നേ. ഡെസ്മിഡ്സ് ആർ ഓൾസോ കോൾഡ് ഒന്ന് എഴുതി വെച്ചു എന്റെ കൂടെ ബ്രാക്കറ്റില്. Desmids are also called golden algae. സ്കൂൾ ലെവലിൽ ചോദിക്കത്തില്ല, എൻട്രൻസ് ലെവലിൽ മാത്രമേ ഉള്ളൂ. ഡയറ്റംസ് ആർ കോൾഡ് ഗോൾഡൻ ബ്രൗൺ ആൽഗെ. ഓക്കെ, ഡയറ്റംസ് ഗോൾഡൻ ബ്രൗൺ ആൽഗെ, ഡെസ്മിഡ്സ് ഗോൾഡൻ ആൽഗെ. ഓക്കെ, ഇപ്പൊ ജനറൽ ആയിട്ട് പ്രോട്ടിസ്റ്റയുടെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ ഫിനിഷ് ചെയ്തത്. അത് കഴിഞ്ഞു. കണ്ടിന്യൂ ചെയ്തോട്ടെ, സ്ലൈഡ് ചെയ്യാൻ മാറ്റിക്കോട്ടെ. ഓക്കെ, ഇനി നോക്കിക്കേ, ഇവിടെ കണ്ടോ കിങ്ഡം പ്രോട്ടിസ്റ്റയുടെ ജനറൽ ക്യാരക്ടേഴ്സ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇവർ യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്, അക്വാട്ടിക് എന്ന് പറയാൻ പറ്റൊരു കാര്യമാണ്. മോസ്റ്റ് ഓഫ് ദം ആർ അക്വാട്ടിക്. മറൈൻ ഓർഗാനിസത്തിനെക്കാളും കൂടുതൽ ഇവര് വെള്ളത്തിൽ ജീവിക്കുന്ന ഓർഗാനിസം ആണ്. നോട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇന്ന് തന്നെ നോട്ടിൽ കൂടി ഒന്ന് ജസ്റ്റ് ഗോ ത്രൂ ദ നോട്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് ആവും. എന്നിട്ട് നാളെ എടുത്ത് എന്ന് നന്നായിട്ട് പഠിച്ചേക്കാം. ദെൻ യൂക്കാരിയോട്ടിക് ഓർഗാനിസം ആണ്. ഓഫൻ ദേ പോസസ് ഫ്ലജെല്ല ഓർ സീലിയ. ചില മെമ്പേഴ്സിന്, ഈ ഗ്രൂപ്പിൽ പെടുന്ന ചില മെമ്പേഴ്സിന് ഫ്ലജെല്ല ഉണ്ട്. ഇതിനകത്ത് വരുന്ന ഒരാളാണ് യൂഗ്ലീന എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ബോഡിയിൽ ഇങ്ങനെ വലിയൊരു ഫ്ലജെല്ല ഉണ്ട്. ഇത് ഫ്ലജെല്ലയാണ്. അതേസമയം മറ്റൊരാളുണ്ട് പാരമീസിയം. നല്ല നിങ്ങൾ അറിയാവുന്നതാണ്, പഠിച്ചിട്ടുള്ള. അവരുടെ ബോഡിയിൽ ഇതാ ഇങ്ങനെ ചെറിയ ഹെയർ ലൈക്ക് കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേരാണ് സീലിയ. അപ്പം ഇവര് ലോക്കോമോഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫീഡിങ്ങിന് വേണ്ടിയിട്ടും ഈ പറയുന്ന സ്ട്രക്ചറുകൾ ഉപയോഗിക്കുന്നുണ്ട്. സം ഓഫ് ദം ഹവ് ഫ്ലജെല്ല വിച്ച് ആർ ലോങ്ങർ സ്ട്രക്ചേഴ്സ് and some of them have smaller cilia. Both of them are used for food as for capturing their insects and also for locomotion. രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അടുത്തേക്ക് വരുന്നു, സെൽ വോൾ ഉണ്ട്. ഓക്കെ, സെൽ വോൾ ഈഫ് പ്രസന്റ് മേഡപ്പ് ഓഫ് സെല്ലോസ്. സെൽ വോൾ ഉണ്ട്. സെൽ വോൾ ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കിയിരിക്കുന്ന സെല്ലോസ് കൊണ്ടാണ്. സെല്ലോസ് കൊണ്ട് മാത്രമല്ല
ചില കേസിൽ സെല്ലുലോസ് കൂടാതെ അഡീഷണൽ ആയിട്ട് സിലിക്ക കൂടിയുണ്ട്. അത് നമ്മൾ ഉടനെ പഠിക്കും. അപ്പം സെല്ലുലോസ് ആണ്, സെല്ലുലോൺ ഉണ്ടെങ്കിൽ സെല്ലുലോണിന്റെ മേജർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോമ്പോസിഷൻ എന്ന് പറയുന്നത് സെല്ലുലോസ് ആണ്. ചില ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസത്തിന് സെല്ലുലോസ് പ്ലസ് സിലിക്ക എന്ന് പറയുന്ന കമ്പോണന്റ് ഇവിടെ കാണുന്നുണ്ട്. ദെൻ ന്യൂട്രീഷൻ ഫോട്ടോസിന്തറ്റിക് ഉണ്ട്. അതുപോലെ ഹോളോട്രോപിക് ന്യൂട്രീഷൻ ഉണ്ട്, സാപ്രോഫൈറ്റിക്. ഇത് രണ്ടും സാപ്രോഫൈറ്റിക്കോ ഹോളോട്രോപിക് രണ്ടും ഒരുപോലെ പറയുന്നതാണ്, ഹോളോട്രോപിക്കോ സാപ്രോഫൈറ്റിക്. ഈ മെത്തേഡുകളാണ്. അപ്പം ഓട്ടോട്രോപിക് ന്യൂട്രീഷൻ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ട്. അവർ സാപ്രോഫൈറ്റിക് ഓർഗാനിസം ആയിരിക്കും മോസ്റ്റ് കേസിൽ. കിങ്ഡം പ്രോട്ടിസ്റ്റേ ഈസ് ക്ലാസിഫൈഡ് ഇൻടു ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജിലേറ്റ്സ്, യൂക്ലിനോയിഡ്സ്, സ്ലൈമോയിഡ്സ് ആൻഡ് പ്രോട്ടോസോയിഡ്സ്. ഓക്കെ, ഫസ്റ്റ് ഗ്രൂപ്പിലേക്ക് വരുന്ന ഫസ്റ്റ് ഗ്രൂപ്പാണ് ക്രൈസോഫൈറ്റ്സ്. ക്രൈസോഫൈറ്റ്സിന് ഒരു പേരും കൂടെ പറയും, നമ്മൾ പറഞ്ഞു ക്രൈസോഫൈറ്റ്സ് ഉണ്ടോ. അതിന്റെ രണ്ട് സബ് ഗ്രൂപ്പുകളുണ്ട്, ഡയറ്റംസ് ഉണ്ട്, ഡെസ്മിഡ്സ് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് ഡയറ്റത്തിനെ കുറിച്ച്, ഡെസ്മിഡ്സിനെ കുറിച്ച് പഠിക്കണ്ട. അത് ഓർത്തോണേ. ക്രൈസോഫൈറ്റ്സിന് രണ്ട് ഗ്രൂപ്പ്, ഡയറ്റംസും ഡെസ്മിഡ്സും. നമുക്ക് ഡീറ്റെയിൽ ചെയ്യാനുള്ളത് ഡയറ്റംസിനെ കുറിച്ചാണ്. ഡയറ്റംസ് ആർ ഓൾസോ കോൾഡ് ഗോൾഡൻ ബ്രൗൺ ആൽഗേ. ഡെസ്മിഡ്സ് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യുന്നതേ ഉള്ളൂ, അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പഠിക്കാനില്ല. കണ്ടിന്യൂ ചെയ്യുവാണേ. ഇനി പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം. ഇവിടെ ഈ ഓർഗാനിസം, അതായത് ക്രൈസോഫൈറ്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽപ്പെട്ട ഓർഗാനിസം ഫൗണ്ട് ഇൻ ഫ്രഷ് വാട്ടർ ആൻഡ് മെറൈൻ വാട്ടർ. ഒരു ശുദ്ധജലത്തിലും കാണുന്നുണ്ട്, അതുപോലെ ഉപ്പുവെള്ളത്തിലും കാണുന്നുണ്ട്. ഫ്രഷ് വാട്ടർ ആൻഡ് മെറൈൻ വാട്ടർ. ഓക്കെ, മൈക്രോസ്കോപ്പിക് ആണ്, ഫ്ലോട്ട് പാസീവ്ലി ഇൻ വാട്ടർ കറന്റ്. ഓക്കെ, ഇവര് വെള്ളത്തിന്റെ സർഫസ് ഞാൻ റെപ്രസെന്റ് ചെയ്ത് കാണിച്ചു തരാം. ഇത് വാട്ടർ ബോഡിയാണ്. അത് എന്താ പറയുക, മെറൈൻ വാട്ടർ ആകാം, ഫ്രഷ് വാട്ടർ ആകാം. ഇതിന്റെ മുകളിൽ, വാട്ടർ ബോഡിയുടെ മുകളിലായിട്ട് ഇവർ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കണം. ഈ കാണുന്നതെല്ലാം ഡയറ്റംസ് ആണ്. ഓക്കെ, കണ്ടോ. ഫൗണ്ട് ഇൻ ഫ്രഷ് വാട്ടർ ആൻഡ് മെറൈൻ ഹാബിറ്ററ്റ്, മൈക്രോസ്കോപ്പിക്. നമ്മൾ വെള്ളം എടുത്ത് മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ക്രൈസോഫൈറ്റ്സ് വെള്ളത്തിൽ കൂടി ഓടി നടക്കുന്നതായിട്ട് കാണാം. അല്ല, നമുക്ക് നേക്കഡ് ഐ കൊണ്ട് വിസിബിൾ അല്ല. മൈക്രോസ്കോപ്പിക് ആൻഡ് ഫ്ലോട്ട് പാസീവ്ലി ഇൻ വാട്ടർ കറന്റ്. വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കും. ഇങ്ങനെ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്ന യൂണിസെല്ലുലാർ പ്ലാന്റ്സിന് വിളിക്കുന്ന പേരാണ് ഫൈറ്റോ പ്ലാന്റോൺസ്. നമ്മൾ വേറൊരു ചാപ്റ്ററിൽ, ഫസ്റ്റ് ചാപ്റ്റർ ബയോക്ലാസിഫിക്കേഷനിലെ പ്ലാന്റ് കിങ്ഡം പഠിക്കുമ്പോൾ ആൽഗയൊക്കെ പഠിക്കുന്ന സമയത്ത് ഫൈറ്റോ പ്ലാന്റോൺസിനെ കുറിച്ച് പഠിക്കും. ഇവിടെ ഞാൻ ജസ്റ്റ് പറയുകയാണ്, ഡെഫിനിഷൻ മാത്രം. ഫൈറ്റോ പ്ലാന്റോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു സെല്ല് മാത്രമുള്ള പ്ലാന്റുകൾക്ക് വിളിക്കുന്നവരാണ് ഫൈറ്റോ പ്ലാന്റ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറയേണ്ടത് പ്ലാന്റൻസ് എന്നാണ്. PLANTONS. പ്ലാന്റൻസ് എന്ന് പറഞ്ഞാൽ യൂണിസെല്ലുലാർ ഫ്ലോട്ടിംഗ് ഓർഗാനിസംസ് ആർ കോൾഡ് പ്ലാന്റൻസ്. യൂണിസെല്ലുലാർ ഫ്ലോട്ടിംഗ് ഓർഗാനിസം ആർ കോൾഡ് പ്ലാന്റൻസ്. പ്ലാന്റൻസ് രണ്ട് തരത്തിലുണ്ട്. ഒന്നെങ്കിൽ അത് പ്ലാന്റ് ആയിരിക്കും, അല്ലെങ്കിൽ അനിമൽ ആയിരിക്കും. അനിമൽ പ്ലാന്റ് ആണെങ്കിൽ അതിനെ ഫൈറ്റോ പ്ലാന്റൻസ് വിളിക്കും. ഓക്കെ, അനിമൽ ആണ് ഫൈറ്റോ പ്ലാന്റൻസ് വിളിക്കും. ദെൻ പ്ലാന്റ്സ്, ഞാൻ പറഞ്ഞ തെറ്റാണല്ലോ പറഞ്ഞത്. പ്ലാന്റ്സ് ആണെങ്കിൽ എന്ത് വിളിക്കാം, ഫൈറ്റോ. ഞാൻ പറഞ്ഞതൊന്ന് കറക്റ്റ് ചെയ്യണം. ഞാൻ മേളിലോട്ട് ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചു, മേളിലോട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടൊരു മിസ്റ്റേക്ക് വന്നത്. ഒരിക്കൽ കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. വെള്ളത്തിന് മുകളിൽ പോയി യൂണിസെല്ലുലാർ ഫ്ലോട്ടിംഗ് ഓർഗാനിസംസ് ആർ കോൾഡ് പ്ലാന്റൻസ്. യൂണിസെല്ലുലാർ ഫ്ലോട്ടിംഗ് ഓർഗാനിസംസ് ആർ കോൾഡ്, ഞാൻ ഒന്ന് എഴുതിയേക്കാം. യൂണിസെല്ലുലാർ ഫ്ലോട്ടിംഗ് ഓർഗാനിസം ആർ കോൾഡ് പ്ലാന്റൻസ്. ഇവരുടെ പേരാണ് പ്ലാന്റൻസ്. ഓക്കെ, ഇനി പ്ലാന്റ് ആണെങ്കിൽ അതിനെ ഫൈറ്റോ പ്ലാന്റൻസ് വിളിക്കാം. ഫൈറ്റോ പ്ലാന്റൻ എന്ന് വിളിക്കാം. ഇനി പ്ലാന്റൻസ് അനിമൽ ആണെങ്കിൽ സൂ പ്ലാന്റൻസ് വിളിക്കാം. അപ്പൊ പ്ലാന്റൻസ് രണ്ട് തരത്തിലാണ്, ഫൈറ്റോ പ്ലാന്റൻസും സൂ പ്ലാന്റൻസും. ഓക്കെ, ഇനി ക്രൈസോഫൈറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ കുറെ പ്ലാന്റൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാരണം ഈ ഫൈറ്റോ പ്ലാന്റോൺസ് ഇതിന്റെ അകത്ത്, നമ്മുടെ ക്രൈസോഫൈറ്റ്സ് എന്ന ഗ്രൂപ്പിന്റെ അകത്ത് ചില ഓർഗാനിസം പ്ലാന്റിന്റെയും അനിമലിന്റെയും ക്യാരക്ടേഴ്സ് കാണിക്കുന്ന ഓർഗാനിസം ഉണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞ് ഇച്ചിരി കാട് കയറി പോയെന്ന് എനിക്കൊരു സംശയമുണ്ട്, കൺഫ്യൂഷൻ ഉണ്ട്, ചോദിക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സിംപ്ലി മനസ്സിലാക്കുക. യൂണിസെല്ലുലാർ ഫ്ലോട്ടിംഗ് ഓർഗാനിസംസ് ആർ കോൾഡ് പ്ലാന്റൻസ്. യൂണിസെല്ലുലാർ ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് ആർ കോൾഡ് ഫൈറ്റോപ്ലാന്റൻസ്. യൂണിസെല്ലുലാർ ഫ്ലോട്ടിംഗ് ആനിമൽസ് ആർ കോൾഡ് സൂപ്ലാന്റൻസ്. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. Then most of them are photosynthetic. ഇവർ മിക്കവാറും ഫോട്ടോസിന്തറ്റിക് ഓർഗാൻസ് ആണ്. കാരണം ഇവരുടെ ബോഡിയിൽ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് കാണും. ഈ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ്
ഹയർ പ്ലാന്റ്സിൽ കാണുന്ന ആ ക്ലോറോഫിൽ എ തന്നെയാണ്. അതായത് ഇവര് മൈക്രോസ്കോപ്പിക് ഓർഗാനിസം ആണെങ്കിൽ പോലും ഹയർ പ്ലാന്റുകളുടെ ആൻസിസ്റ്റേഴ്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യപ്പെടുന്നത്. കാരണം അവരുടെ ഹയർ പ്ലാന്റ്സ് നമ്മളിപ്പോൾ ചുറ്റും കാണുന്ന തെങ്ങിലും മാവിലും പ്ലാവിലും ഒക്കെ കാണുന്ന ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ് ആയ ക്ലോറോഫിൽ എ തന്നെ ഇവരുടെ ബോഡിയിലും കാണുന്നുണ്ട്. സോ മോസ്റ്റ് ഓഫ് ദം ആർ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസം. ഡയറ്റംസ് ആൻഡ് ഗോൾഡൻ ആൽഗെ. ഗോൾഡൻ ആൽഗയുടെ വേറൊരു പേരാണ് ഡെസ്മിഡ്സ് ആർ ദ മേജർ ഗ്രൂപ്പ്സ്. അപ്പൊ ഡയറ്റംസ് എന്തായിരുന്നു? ഗോൾഡൻ ബ്രൗൺ ആൽഗെ, ഡെസ്മിഡ്സ് ഗോൾഡൻ ആൽഗെ. ഓക്കെ, ഇനി നമുക്ക് വിശദമായിട്ട് പഠിക്കേണ്ട ആരെ കുറിച്ചാണ്? ഡയറ്റത്തിനെ കുറിച്ചാണ്. ഓക്കെ, ഈ ഒരു പോയിന്റ് ഒരു കാരണവശാലും മറന്നു പോകരുത്. നമ്മുടെ സ്കൂൾ എക്സാമിനേഷനും എൻട്രൻസ് എക്സാമിനേഷനും ഒക്കെ ഈ ഒരു സെന്റൻസ് ഇതുപോലെ എടുത്ത് ചോദിക്കാറുണ്ട്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ഓഷ്യൻ? സമുദ്രത്തിലെ പ്രധാനപ്പെട്ട പ്രൊഡ്യൂസേഴ്സ് ആരാണ് എന്നൊരു ക്വസ്റ്റ്യൻ. ആരാണ്? ഡയറ്റംസ് ആണ്. ക്രൈസോഫേഴ്സ് എന്ന് പറയുന്നതിനെക്കാട്ടിലും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ഓഷ്യൻ ആരാണ്? ഡയറ്റംസ് ആണ്. ഡയറ്റംസ് വരുന്ന ഗ്രൂപ്പാണ് ക്രൈസോഫേഴ്സ്. ക്രൈസോഫേഴ്സിൽ 2 കമ്പോണൻസ് ഉണ്ട്, ഡയറ്റംസും അതുപോലെ തന്നെ ഡെസ്മിഡ്സും ഉണ്ട്. ഡയറ്റംസ് ആണ് ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ഓഷ്യൻ. എന്തുകൊണ്ടാണ് ഇവരെ ചീഫ് പ്രൊഡ്യൂസേഴ്സ് എന്ന് വിളിക്കുന്നത്? ആരാണ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയാമോ? എർത്തിലെ പ്രൊഡ്യൂസേഴ്സ് ആരാണെന്ന് പറയുമോ ഒരാളെങ്കിലും? പറഞ്ഞേ, പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഏതാ? പ്രൊഡ്യൂസേഴ്സ്, they can produce their own food by using inorganic substance. എന്തായിരിക്കും? പ്ലാന്റ്സ് ആണ്. ഓക്കെ, ഇപ്പൊ ലാൻഡിലെ പ്രൊഡ്യൂസേഴ്സ് പ്ലാന്റുകളാണ്. ഈ പ്ലാന്റിനെയാണ് ആര് കഴിക്കുന്നത്? ഹെർബിവോസ് കഴിക്കുന്നത്, അതിനെയാണ് കാർണിവോസ് കഴിക്കുന്നത്. ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അതേസമയം വാട്ടറിൽ ഈ പറയുന്ന തെങ്ങും മാവും പ്ലാവും നമ്മൾ പറഞ്ഞു ഒന്നുമില്ല. അവിടെ ആകെ കാണുന്നെന്ന് പറഞ്ഞാൽ വാട്ടറിന്റെ സർഫസിൽ കാണുന്ന ഈ യൂണിസെല്ലുലാർ ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ഫൈറ്റോ പ്ലാന്റ്സ് ആയിരിക്കും. ഈ ഫൈറ്റോ പ്ലാന്റോൺസിനെയാണ് സ്മോൾ ഫിഷ് കഴിക്കുന്നത്. സ്മോൾ ഫിഷിന് മുമ്പായിട്ട് വേണമെങ്കിൽ ഞാൻ ഇങ്ങനെയോടെ പറയാം, ഈ ഫൈറ്റോ പ്ലാന്റോൺസിനെയാണ്, ഫൈറ്റോ പ്ലാന്റോൺസ് ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസം ആണ്. സോ ഇവരെയാണ് സൂ പ്ലാന്റൻസ് കഴിക്കുന്നത്. ഫൈറ്റോ, ഇത് ഈ കാണുന്നതെല്ലാം ഫൈറ്റോ പ്ലാന്റോൺസ് ആണ്. ഫൈറ്റോ പ്ലാന്റൻസ് ആണ്. ഈ ഫൈറ്റോ പ്ലാന്റൻസിനെയാണ് സൂ പ്ലാന്റ്സ്. കാരണം സൂ പ്ലാന്റൻസ് ആനിമൽസ് ആണ്, അവർക്ക് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഈ സൂ പ്ലാന്റൻസിനെ സ്മോൾ ഫിഷ് കഴിക്കും. സ്മോൾ ഫിഷ് കഴിക്കും. ഈ സ്മോൾ ഫിഷിനെ ആര് കഴിക്കും? ലാർജ് ഫിഷ് കഴിക്കും. കണ്ടോ? അപ്പൊ ആ ഫുഡ് ചെയിൻ തുടങ്ങി കൊടുക്കുന്നവരാണ് ഈ പറയുന്ന ഫൈറ്റോ പ്ലാന്റൻസ്. അതുകൊണ്ടാണ് പറയുന്നത് അക്വാട്ടിക് എക്കോസിസ്റ്റത്തിൽ അവിടുത്തെ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ആണ് ഫൈറ്റോ പ്ലാന്റോൺസ്. ഞാൻ തിരിച്ചു വരുന്നു. കണ്ടോ? Diatoms, they are the chief producers in ocean. Diatoms, they are the chief producers in ocean. അവരാണ് ഓഷ്യന്റെ പ്രധാനപ്പെട്ട പ്രൊഡ്യൂസേഴ്സ്. ഓക്കെ, അനാവശ്യമായിട്ട് റബ്ബ് ചെയ്ത് പറഞ്ഞോട്ടെ. ഓക്കെ, കണ്ടിന്യൂ ചെയ്യുവാണേ. പറഞ്ഞതിൻ്റെ അതിന് സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോണം. ഒന്നുമില്ലെന്ന് തോന്നും, ആരൊന്നും ചോദിക്കുന്നില്ല. കണ്ടിന്യൂ ചെയ്യുവാണ്. എന്തോ പറഞ്ഞു? ഈ പ്ലാങ്ക്ടോൺസ് ഒന്നും കൂടി പറഞ്ഞു തരാമോ? പറയാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സ്ക്രീൻ കാണുന്നില്ല. ഷെയറിംഗ് പോയതാണ്, ഞാൻ നോക്കിയതേ. ഒരു മിനിറ്റ്, ഞാൻ ഷെയർ ചെയ്തോട്ടെ.
ഇപ്പൊ കാണാവോ? സർ എന്തോ കാണാൻ സാധിക്കുന്നുണ്ടോ സ്ക്രീൻ? ഇപ്പൊ കാണാം. ഓക്കെ. നമ്മൾ പറഞ്ഞതേ ഫൈറ്റോ പ്ലാന്റോൺസ് ഞാനത് പറഞ്ഞപ്പോൾ വെറുതെ ആവശ്യമില്ലാത്ത 1-2 കാര്യങ്ങൾ അത് ചേർത്ത് പറഞ്ഞു. അന്നിപ്പോ എനിക്ക് തോന്നി എന്തെങ്കിലും സംശയം കാണുമെന്ന്. വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്ന യൂണിസെല്ലുലാർ ഓർഗാനിസത്തിന് വിളിക്കുന്ന പേരാണ് പ്ലാന്റൺസ്. PLANTONS. അതിന് സംശയമില്ലല്ലോ. യൂണിസെല്ലുലാർ ഫ്ലോട്ടിംഗ് ഓർഗാനിസംസ് ആർ കോൾഡ് പ്ലാന്റൺസ്. അതിന് സംശയങ്ങളൊന്നുമില്ലല്ലോ. ഇനി ഈ യൂണിസെല്ലുലാർ ഫ്ലോട്ടിംഗ് ഓർഗാനിസം 2 തരത്തിലായിരിക്കാം. ചില യൂണിസെല്ലുലാർ ഫ്ലോട്ടിംഗ് ഓർഗാനിസം പ്ലാന്റുകളായിരിക്കാം, യൂണിസെല്ലുലാർ പ്ലാന്റുകളായിരിക്കാം. അല്ലെങ്കിൽ ഈ യൂണിസെല്ലുലാർ ഫ്ലോട്ടിംഗ് ഓർഗാനിസം എങ്ങനെ ആയിരിക്കാം? ആനിമൽ ആയിരിക്കും. ഓക്കെ. ഇനി യൂണിസെല്ലുലാർ ഫ്ലോട്ടിംഗ് ഓർഗാനിസം ആണെങ്കിൽ പ്ലാന്റൺസ് പ്ലാന്റ് ആണെങ്കിൽ അതിനെ എന്ത് വിളിക്കാം? ഫൈറ്റോ പ്ലാന്റൺസ്. ഓക്കെ. ഫൈറ്റോ പ്ലാന്റോൺസ് ഞാൻ ഡിഫൈൻ ചെയ്യുകയാണ്. യൂണിസെല്ലുലാർ ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് ആർ കോൾഡ് ഫൈറ്റോ പ്ലാന്റോൺസ്. അതുപോലെ യൂണിസെല്ലുലാർ ഫ്ലോട്ടിംഗ് ആനിമൽസ് ആർ കോൾഡ് സൂ പ്ലാന്റോൺസ്. ഓക്കെ. ക്ലിയർ ആണോ മോനെ? ഓക്കെ ആണോ? ഓക്കെ. കണ്ടിന്യൂ ചെയ്തോട്ടെ. മനസ്സിലായോ? കണ്ടിന്യൂ ചെയ്യുന്നേ. അപ്പം നമ്മൾ അത്ര ഏരിയ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് മുന്നോട്ട് പോകുന്നത് ഇനി നമ്മുടെ ഡയറ്റത്തിന് ഒരു എക്സാമ്പിൾ പറയാണ്. ഡയറ്റത്തിന്റെ ഒരു എക്സാമ്പിൾ ചെയ്യാൻ പോകുന്നത് ഡയറ്റിന്റെ എക്സാമ്പിൾ വരുന്നേ. നോക്കണേ. ഡയറ്റിന്റെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ്. ഞാനൊരു ഡയറ്റത്തിന് ഇവിടെ വരയ്ക്കുവാണ്. ഡയറ്റത്തിന്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു സോപ്പ് ബോക്സിന്റെ അപ്പിയറൻസ് ആണ്. കണ്ടോ? സോപ്പ് ബോക്സിന്റെ 2 പോർഷൻസ് ഉണ്ട്, ഒരു ലിഡ് ഉണ്ട്, അതുകൂടാതെ താഴെ കണ്ടോ? ഇതുപോലെയാണ് നമ്മുടെ വീട്ടിലുള്ള സോപ്പ് പെട്ടിയുടെ ഒരു അപ്പിയറൻസ് ആണ് ഡയറ്റത്തിന്. ഇനി ഇതിന്റെ സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ കട്ടിയുള്ള കമ്പോണൻസ് കൊണ്ടാണ്. കണ്ടോ? ഇതെന്റെ സെൽ വോളാണ്. സെൽ വോളുകൾ 2 ഓവർലാപ്പിംഗ് ഹാഫ്സുകൾ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. സോപ്പ് പെട്ടിയുടെ അടപ്പും താഴെയുള്ള പോർഷനും പോലെ അതേപോലെയാണ് ഇരിക്കുന്നത്. ഓക്കെ. ഇനി മുകളിലുള്ള ഈ പോർഷൻ പറഞ്ഞതിനാണ് എപ്പിത്തീക്ക എന്നാണ് പറയുന്നത്. EPITHECA ഒരു സി ഉണ്ട് ഇതിൽ. എപ്പിത്തീക്ക ആണ്. എപ്പി എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് മുകളിൽ, തീക്ക മീൻസ് കവറിങ്. താഴെയുള്ള പോർഷൻ പറയുന്നതിനാണ് ഹൈപ്പോത്തീക്ക. എപ്പിത്തീക്കയും ഹൈപ്പോത്തീക്കയും. എപ്പിത്തീക്ക മുകളിലുള്ള പോർഷനും ഹൈപ്പോത്തീക്ക താഴെയുള്ള പോർഷൻസും. ഓക്കെ. അപ്പൊ ഈ 2 ടൈപ്പ് അല്ലെങ്കിൽ 2 പോർഷൻസ് ആണ് സെൽ വോളിലുള്ളത്. ഇനി ഈ സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ്. ഓക്കെ. സെല്ലുലോസ് കൂടാതെ ഇതിന്റെ അതൊരു മേജർ കമ്പോണന്റ്, അതാണ് സിലിക്ക. സോ സെൽ വോൾ മേഡ് അപ്പ് ഓഫ് സെല്ലുലോസ് ആൻഡ് സിലിക്ക. ഓക്കെ. Then cell wall composed of 2 parts, an epitheca and a hypotheca, which fit like a soap box. 2 പീസുകളും ഒരു സോപ്പ് പെട്ടിയുടെ 2 പോർഷൻസ് ജോയിൻ ചെയ്തിരിക്കുന്ന പോലെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറഞ്ഞു, സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്ന സെല്ലുലോസ് കൊണ്ടാണ്. സെല്ലുലോസ് കൂടാതെ ഇതിനകത്ത് ഒരു കമ്പോണന്റ് കൂടിയുണ്ട്, അതിന്റെ പേരാണ് സിലിക്ക. സിലിക്ക നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സിലിക്ക ഫെമിലിയർ ആണോ? സിലിക്ക നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ഷൂസ് മേടിക്കുമ്പോഴും ചില മെഡിസിൻസ് മേടിക്കുമ്പോഴും ഒക്കെ ആ കുപ്പിയുടെ ഉള്ളിൽ കുറച്ച് സിലിക്ക ഒരു എന്താ പറയുക കവറിനുള്ളിൽ ഇട്ട് തരാറുണ്ട്. കാരണം മോയ്സ്ചർ അബ്സോർബ് ചെയ്യാനുള്ള ഒരു കഴിവ് സിലിക്കയ്ക്കുണ്ട്. അത് സിലിക്കയുടെ ഒരു ക്രൂഡ് ഫോമാണ്, അതായത് ശുദ്ധീകരിക്കാത്ത ഒരു ഫോമാണ്. സിലിക്കയുടെ ഏറ്റവും ശുദ്ധീകരിച്ച ഫോമാണ് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ്സുകൾ. നമ്മൾ ചായ കുടിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്സുകളും ബാക്കി ഗ്ലാസ്സുകളെല്ലാം സിലിക്കയാണ്. ഓക്കെ. അപ്പം ഈ ഡയറ്റംസിലെ സെൽ വോളിന്റെ മേജർ പാർട്ട് ഈ പറഞ്ഞ സിലിക്ക അല്ലെങ്കിൽ ഗ്ലാസ് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഡയറ്റംസിനെ അറിയപ്പെടുന്നത് എന്താ? ഏറ്റവും ഭംഗിയുള്ള
ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാൻസ് ഉണ്ട്. നമ്മൾ ഈ വരച്ചിരിക്കുന്ന പോലെ തന്നെയുള്ള ഷേപ്പുകൾ, ചിലതിന്റെ ഷേപ്പ് ഇതാ ഇതുപോലെ. ഞാൻ കുറച്ച് ഫോട്ടോസും കൂടെ ഷെയർ ചെയ്തിടാം. ചിലത് ഇതേപോലെ ഇരിക്കും കേട്ടോ, ഇങ്ങനെ ഇരിക്കും, ഇതെങ്ങനെ ഇരിക്കും. ചിലത് ഈ ഒരു അപ്പിയറൻസ് ആയിരിക്കും. പല ഷേപ്പുകളുള്ള ഡയറ്റംസ് ഉണ്ട്. ചിലത് ഇങ്ങനെ ആയിരിക്കും, ഇതേപോലെ ഇരിക്കും. അപ്പൊ ഇതിന്റെ സെൽ വോൾ ഉണ്ടാക്കുന്ന ഇത് ഗ്ലാസ് കൊണ്ട് ഒരു സോപ്പ് ബോക്സ് ഉണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കും, ആ ഒരു അപ്പിയറൻസ് ആണ്. ഓക്കെ, ഇനി ഇവർ യൂക്കാരിയോട്ടിക് ഓർഗാൻസോ ആണ്. യൂക്കാരിയോട്ടിക് ഓർഗാൻസോ ആയതുകൊണ്ട് ഇവിടെ ന്യൂക്ലിയസ് ഉണ്ട്. സെൽ വോളിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് അതിന്റെ ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസ് എങ്ങനെയുള്ള ന്യൂക്ലിയസ് ആണ്? യൂക്കാരിയോട്ടിക് ന്യൂക്ലിയസ് ആണ്. അതായത് ചുറ്റും ന്യൂക്ലിയർ മെംബ്രെയിൻ ഉള്ള ന്യൂക്ലിയസ് ആണ്. ഇത് കൂടാതെ കൊണ്ട് ഇതിൻ്റെ അകത്ത് സൈറ്റോപ്ലാസം ഉണ്ട്. ഈ ഡോട്ട് ഞാൻ കാണിക്കുന്നതൊക്കെ ഇവിടുത്തെ സൈറ്റോപ്ലാസമാണ്. ഓക്കെ, ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു കേട്ടോ. നമ്മുടെ ഡയറ്റംസ്, ഓക്കെ, ഡയറ്റംസിന്റെ പ്രത്യേകത, ഡയറ്റത്തിന്റെ ബോഡിക്ക് ചുറ്റും ഒരു ഹാർഡ് സെൽ വോൾ ഉണ്ട്, വിച്ച് ഈസ് മേഡ് അപ്പ് ഓഫ് സെല്ലുലോസ് ആൻഡ് സിലിക്ക. ഇനി സെൽ വോൾ രണ്ട് ഹാഫുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പർ പോർഷൻ ഇസ് കോൾഡ് എപ്പിത്തീക്ക ആൻഡ് ലോവർ പോർഷൻ ഇസ് കോൾഡ് ഹൈപ്പോത്തീക്ക. ബോത്ത് പോർഷൻസ് ആർ ജോയിന്റ് ആസ് സോപ്പ് ബോക്സ്. സോപ്പ് ബോക്സിന്റെ രണ്ട് പോർഷൻസും ജോയിൻ ചെയ്തിരിക്കുന്നു. ഇനി ഇതിൻ്റെ അത് വളരെ സ്റ്റേബിൾ ആയിട്ട് അല്ലെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്ന രീതിയിൽ ന്യൂക്ലിയസ് ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ ഇതിനെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ഈ ഓർഗാനിസം പ്രധാനമായിട്ടും കാണുന്നത് എവിടെയാണ്? വെള്ളത്തിലാണ്, വെള്ളത്തിന്റെ സർഫസിലാണ്. ശ്രദ്ധിച്ചോണേ, ഞാൻ ഈ വാട്ടർ ബോഡിയെ വരച്ചു വെച്ചിരിക്കുന്നത് എന്താ പറയുക, ഏതെങ്കിലും ഒരു വാട്ടർ ബോഡിയാണ് ഇത്. ഇനി അതിന്റെ താഴെയുള്ള പോർഷൻ കൂടി ഞാനിവിടെ വരയ്ക്കുന്നു. അതിന്റെ താഴെ അടിത്തട്ട് വരയ്ക്കും. ഇത് ഇത്രയും വെള്ളമുള്ള പോർഷനാണ്. ഇത് അതിന്റെ ഒരു ഇപ്പം കടലോ അല്ലെങ്കിൽ സമുദ്രമോ കുളവോ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിന്റെ അടിഭാഗമാണ് ഈ വരയ്ക്കുന്നത്. അതിന്റെ ഏറ്റവും മണ്ണുള്ള പോർഷനാണ് ഈ വരയ്ക്കുന്നത്. ഇനി നമ്മുടെ ഡയറ്റംസ് കാണുന്നത് ഇതിന്റെ സർഫസിൽ അത് ഇങ്ങനെ ഇരിക്കും. കണ്ടോ, കാണുന്നതെല്ലാം ഡയറ്റംസ് ആണ്. അപ്പം വെള്ളത്തിന്റെ സർഫസിൽ ഇവരിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുകയാണ്. ഇത്തരം ഒരു ഡയറ്റത്തിനെ എടുത്ത് നമ്മൾ മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കാണാൻ സാധിക്കും. ഓക്കെ, ഇനി ഈ ഡയറ്റംസ് ഏജ്ഡ് ആയി ചത്തുപോയി കഴിഞ്ഞാൽ പിന്നെ ഡയറ്റത്തിൽ ഈ പറയുന്ന അത് ഞാൻ പറയാൻ വിട്ടുപോയി കേട്ടോ. ഞാൻ പറഞ്ഞു ഈ ഡയറ്റത്തിന്റെ സെൽ വോൾ സിലിക്ക കൊണ്ടല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. സിലിക്ക ഗ്ലാസ് അല്ലേ? നമ്മുടെ വീട്ടിൽ കുപ്പി ഗ്ലാസ് ഒക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഏതെങ്കിലും പാത്രങ്ങൾ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറമ്പിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കൊണ്ടിടുകയാണെന്ന് കരുതുക. കാരണം നമ്മുടെ കയ്യിലും കാര്യങ്ങളൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ മുറിയും. അപ്പൊ നമ്മൾ പറമ്പിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് നമ്മളിത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ എത്ര നാൾ കഴിഞ്ഞാലും അത് അതേപോലെ അവിടെ കിടക്കുന്നത് കാണാം. കാരണം അത് ഒരിക്കലും ദ്രവിച്ചു പോകത്തില്ല. സിലിക്ക കമ്പോണൻസ് അൺഡിസ്ട്രക്റ്റബിൾ ആണ്, നോൺ ഡീഗ്രേഡബിൾ ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഇവിടേക്ക് തിരിച്ചു വരുന്നു. വെള്ളത്തിന്റെ മുകളിൽ ഈ പറയുന്ന ഡയറ്റംസ് ഒത്തിരി എണ്ണം ഉണ്ട്. ചത്തുപോകുന്ന ഡയറ്റം ചത്തുപോയി കഴിഞ്ഞാൽ എന്തൊക്കെ നഷ്ടപ്പെടും? അതിലെ സൈറ്റോപ്ലാസം നഷ്ടപ്പെട്ടു പോകും, അതിലെ ന്യൂക്ലിയസ് നഷ്ടപ്പെട്ടു പോകും. പക്ഷേ അതിലെ സെൽ വോള് വളരെ സോളിഡ് ആയിട്ട് നശിച്ചു പോകാതെ നിലനിൽക്കും. ചത്തുപോകുന്ന ഡയറ്റത്തിന്റെ സെൽ വോൾ പോർഷൻ വെള്ളത്തിന്റെ സർഫസിൽ നിന്ന് താഴേക്ക്, ഇപ്പൊ കടലിലേക്കാണ്, കടലിന് മുകളിൽ നിന്ന് അത് പയ്യെ വന്ന് താഴെ വന്ന് കടലിന്റെ അടിത്തട്ടിൽ വന്ന് വീഴും. ഓക്കെ, അപ്പം കടലിന്റെ സർഫസിൽ ഒന്നോ രണ്ടോ ഡയറ്റംസ് അല്ല, ഓക്കെ, ധാരാളം ഡയറ്റംസ് ഉണ്ട്. അത് എല്ലാ നിമിഷവും പുതിയ ഡയറ്റം ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ പഴയ ഡയറ്റംസ് ചത്തുപോവുകയും ചെയ്യുകയാണ്. ഒരു ഡയറ്റം സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഒരു ഡയറ്റം ഡിവൈഡ് ചെയ്തിട്ടാണ് പുതിയ ഡയറ്റംസ് ഉണ്ട്. അത് നമുക്ക് പഠിക്കേണ്ടത്, അത് പറയുന്നില്ല. അപ്പൊ ഡയറ്റംസ് കടലിന്റെ സർഫസിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഏജ്ഡ് ആയിട്ടുള്ള ഡയറ്റംസ് ചത്തു കഴിഞ്ഞാൽ അതിന്റെ സെൽ വോള് കടലിന്റെ അടിത്തട്ടിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന ഈ സെൽ വോളുകൾ, അതായത് ഗ്ലാസ് പോലെയുള്ള സെൽ വോളുകൾ കടലിന്റെ അടിത്തട്ടിൽ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ കുമിഞ്ഞു കൂടും. അതിങ്ങനെ വർഷങ്ങൾ കൊണ്ട് മേളി വീണിട്ട് കടലിന്റെ അടിത്തട്ടിൽ ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ അല്ലെങ്കിൽ ഈ ഡയറ്റത്തിന്റെ സെൽ വോള് കൊണ്ടുണ്ടാക്കിയ ഒരു തിക്ക് ലെയർ ഫോം ചെയ്യും. മനസ്സിലായോ? ഇങ്ങനെ കടലിന്റെ അടിത്തട്ടിൽ ഡയറ്റത്തിന്റെ സിലിക്ക കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന സെൽ വോള് കൊണ്ട് ഡെവലപ്പ് ചെയ്യപ്പെടുന്ന ഈ ലെയറിന് പറഞ്ഞ പേരാണ് ഡയറ്റമേഷ്യസ് എർത്ത് എന്നാണ്. ഡയറ്റമേഷ്യസ് എർത്ത്. അതിന്റെ മീനിങ് ഡയറ്റമേഷ്യസ് മീൻസ് മേഡ് അപ്പ് ഓഫ് ഡയറ്റംസ്. ഡയറ്റമേഷ്യസ് എർത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഡയറ്റം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന എർത്ത്. ഓക്കെ, ഞാൻ ഒന്നും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. സംശയം വല്ലതും ഉണ്ടെങ്കിൽ ചോദിച്ചോണം. ക്രൈസോഫേഴ്സ് എന്ന ഗ്രൂപ്പിനെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവര്
യൂണിസെല്ലാർ ഓർഗാനിസം ആണ്, ഫ്ലോട്ടിംഗ് ഓർഗാനിസം ആണ്, വെള്ളത്തിന്റെ സർഫസിൽ ഫ്ലോട്ട് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇവരെ പ്ലാന്റേൺസ് എന്നാണ് വിളിക്കുന്നത്. ഇവരാണ് അക്വാട്ടിക് എക്കോസിസ്റ്റത്തിലെ മെയിൻ പ്രൊഡ്യൂസേഴ്സ്. കാരണം ഇവരെയാണ് ബാക്കി ആനിമൽസ് എല്ലാം ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി കൺസ്യൂം ചെയ്യപ്പെടുന്നത്. ഇനി പറഞ്ഞു, ഡയറക്റ്റിന്റെ സെൽ വോൾ ഉണ്ടാക്കുന്ന സിലിക്ക കൊണ്ടാണ്. സെല്ലുലോസ് ഉണ്ട്, സെല്ലുലോസിന്റെ കൂടെ സിലിക്കയുണ്ട്. ഓക്കെ. പിന്നെ പറയേണ്ട ഒരു കാര്യം, സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ട് ഓവർലാപ്പിംഗ് ഹാഫുകൾ കൊണ്ടാണ്. ദേ ഫിറ്റ് ലൈക്ക് എ സോപ്പ് ബോക്സ്. അപ്പർ പോർഷൻ ഈസ് കോൾഡ് എപ്പിത്തീക്ക. എപ്പി മീൻസ് എബവ്, തീക്ക മീൻസ് ലെയർ അല്ലെങ്കിൽ കവറിംഗ്. ലോവർ പാർട്ട് ഈസ് കോൾഡ് ഹൈപ്പോത്തീക്ക. ഓക്കെ. ദെൻ ഒരു ഡയറ്റം ഏജ്ഡ് ആയി ചത്തുപോയി കഴിയുമ്പോൾ അതിലെ ന്യൂക്ലിയസും സൈറ്റോപ്ലാസം ഒക്കെ നഷ്ടപ്പെട്ടു പോകും. പക്ഷേ സെൽ വോൾ റിമൈൻസ്. അത്തരം സെൽ വോളുകൾ കടലിന്റെ അടിത്തട്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും. അങ്ങനെ വർഷങ്ങൾ കൊണ്ട് കടലിന്റെ അടിത്തട്ടിൽ ഉണ്ടാക്കപ്പെടുന്ന ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ ആ ഒരു റീജിയന് പറഞ്ഞു തരാൻ ഡയറ്റമേഷ്യസ് എർത്ത്. ഓക്കെ. ഇത്രയും ഏരിയയിൽ സംശയമെല്ലാം ഉണ്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. എക്സാമിന് ഈ ഡയറ്റമേഷ്യസ് എർത്തിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് ചോദിക്കുക. യൂസസ് ഓഫ് ഡയറ്റമേഷ്യസ്. ഞാൻ ഈ സ്ലൈഡിലേക്ക് വരികയാണ്. അവിടെ ഇവിടം വരെ നമ്മുടെ ഇവിടം വരെ പറഞ്ഞത് കണ്ടോ. സെൽ വോൾ ഫോം two thin overlapping shells which fit together a soap box. കണ്ടോ. Walls are embedded with the silica. Cell wall-ൽ സിലിക്ക ഉണ്ട്. And so the cell walls are indestructible. Okay. അടുത്തിലേക്ക് ഇങ്ങോട്ട് വരുന്നു. Diatoms have left behind a large amount of cell wall deposits in their habitat. This is known as diatomaceous earth. അത് പോരാ, അതൊന്ന് എഴുതി വെച്ചേക്കണേ. ആ ഡെഫിനിഷൻ അത്ര പോരാ. നമുക്ക് ഇങ്ങനെ എഴുതാം. വാട്ട് ഈസ് ഡയറ്റമേഷ്യസ് എർത്ത്? ഡയറ്റമേഷ്യസ് എർത്തിന്റെ ഡെഫിനിഷൻ ഒന്ന് എഴുതി വെച്ചേക്കണേ. എഴുതിയോ? ഡയറ്റമേഷ്യസ് എർത്തിന് എങ്ങനെ എക്സാം ഡെഫിനിഷൻ എങ്ങനെ എഴുതാം? സെൽ വോൾ ഡെപ്പോസിഷൻ ഓഫ് ഡയറ്റംസ് ഇൻ സീ ബോട്ടം. സെൽ വോൾ ഡെപ്പോസിഷൻ ഓഫ് ഡയറ്റംസ് ഇൻ സീ ബോട്ടം ഈസ് കോൾഡ്. സീ ബോട്ടം എന്നോ അല്ലെങ്കിൽ എന്താ വാട്ടർ ബോഡിയുടെ ബോട്ടത്തിൽ നിന്നല്ല, കോൾഡ് ഡയറ്റമേഷ്യസ് എർത്ത്. പിന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് അതിന്റെ യൂസുകൾ എന്തൊക്കെയാണ്. വാട്ട് ആർ ദ യൂസസ് ഓഫ് ഡയറ്റമേഷ്യസ് എർത്ത്? രണ്ട് യൂസുകൾ. ഏതാ മോനെ, ഏതാ? ഓക്കെ, ഒന്നുകൂടെ പറയുന്നു. അതായത് ഓഷൻ ആണ്. ഓക്കെ, ഏതെങ്കിലും ഒരു വാട്ടർ ബോഡിയാണ്. ആ വാട്ടർ ബോഡിയുടെ ലോവർ പോർഷൻ ആണ്, അടിഭാഗമാണ്. അതായത് അടിത്തട്ടാണ് വാട്ടർ ബോഡിയുടെ ഏറ്റവും താഴെയുള്ള പോർഷൻ, അടിത്തട്ട് എന്ന് പറഞ്ഞ പോർഷനാണ്. ഇനി ഡയറ്റംസ് എവിടെ കാണുന്നത്? ഈ ഇതിന്റെ മുകളിലായിട്ട് ഇതിന്റെ സർഫസ് വാട്ടറിന്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത്. ഇനി ചത്തുപോകുന്ന ഡയറ്റത്തിന്റെ സെൽ വോൾ മാത്രമേ ബാലൻസ് കാണത്തുള്ളൂ, ബാക്കി എല്ലാ പോർഷൻസും പോകും. ആ ചത്തുപോകുന്ന ഡയറ്റത്തിന്റെ സെൽ വോളുകൾ നേരെ വെള്ളത്തിന്റെ മുകളിൽ നിന്ന് വന്ന് കടലിന്റെ അടിത്തട്ടിൽ ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും. അതായത് ആകാശത്തു നിന്ന് മഴ പെയ്ത് മഴ പൊഴിഞ്ഞ് താഴെ വന്ന് ഭൂമിയിൽ വന്ന് വീടെന്ന് പറയുന്ന പോലെ കടലിന്റെ മുകളിൽ നിന്ന്, കടലിന്റെ വാട്ടർ ബോഡിയുടെ മുകളിൽ നിന്ന് ചത്തുപോകുന്ന ഡയറ്റത്തിന്റെ സെല്ലുകോളുകൾ താഴേക്ക് റിലീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതെല്ലാം താഴെ വന്ന് കടലിന്റെ മുകളിൽ, കടലിന്റെ അടിത്തട്ടിന് മുകളിൽ വന്ന് ഒരു ലെയർ ആയിട്ട് മാറും. സച്ച് റിമൈനിങ്സ് ഓഫ് സെൽ വോൾസ് ഓഫ് ഡയറ്റംസ് ഇൻ സീ ബോട്ടം ഈസ് കോൾഡ് ഡയറ്റമേഷ്യസ് എർത്ത്. ഓക്കെ, ചത്തുപോകുന്ന ഡയറ്റത്തിന്റെ സെൽ വോള് സീ ബോട്ടത്തിൽ ഡെപ്പോസിറ്റ് ചെയ്തുണ്ടാക്കുന്ന ആ എർത്ത് പോലുള്ള പോർഷന് പറഞ്ഞ പേരാണ് ഡയറ്റമേഷ്യസ് എർത്ത്. ഓക്കെ, മനസ്സിലായോ? ഞാൻ ഹലോ, ഓക്കെ ആണോ? ക്ലിയർ ആണോ? നെറ്റ് ഇല്ലേ? ക്ലിയർ ആയിട്ടൊന്നും കേൾക്കുന്നില്ല പറയുന്നത്. ഹലോ, എന്റെ പ്രോബ്ലം ആണോ അതോ നിങ്ങളുടെ പ്രശ്നമാണോ? കട്ടായി പോകുന്നുണ്ടല്ലോ പറയുന്നത്. ഓഡിയബിൾ അല്ല പറയുന്ന കാര്യങ്ങൾ. Yes, sir.
ഓക്കെ, ക്ലിയർ. ഇപ്പൊ ഡയറ്റമേഷ്യസ് എർത്ത് ചോദിക്കാം, ഡയറ്റമേഷ്യസ് എർത്തിന്റെ യൂസുകൾ ചോദിക്കാം. ഈ ഡയറ്റമേഷ്യസ് എർത്ത് കടലിന്റെ അടുത്തിട്ട് നിന്ന് കട്ട് ചെയ്തെടുത്തോണ്ട് വരും. എടുത്തോണ്ട് വന്നിട്ട് പൊടിക്കും, പൗഡറാക്കും. പൗഡറായിട്ട് ഇത് പോളിഷുകളിലും വാർണിഷുകളിലും ഒക്കെ ഉപയോഗിക്കും. നമ്മൾ ഷൂ ഒക്കെ പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഷൂ പോളിഷ് ഷൂവിന്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ബ്രഷ് ചെയ്യുമ്പോഴത്തേക്കും കാണാം നമുക്കൊരു തിളക്കം കാണാൻ കാരണം ഡയറ്റമേഷ്യസ് എർത്ത് അതിന്റെ അതുകൊണ്ട്. ഇപ്പൊ ഡയറ്റമേഷ്യസ് എർത്ത് എവിടെയൊക്കെ ഉപയോഗിക്കുന്നു? പോളിഷുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. വാർണിഷുകൾ, നമ്മുടെ വുഡൻ ഡോഴ്സും വിൻഡോസും ഒക്കെ നമ്മൾ പോളിഷ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പം അതിന്റെ മേളിൽ നമ്മൾ വാർണിഷ് അടിക്കാറുണ്ട്. അപ്പൊ ഒരു തിളക്കം ഉണ്ടാവാറുണ്ട്. പോളിഷിലുണ്ട്, വാർണിഷിൽ എവിടെയുണ്ട്? പോളിഷിൽ യൂസ് ചെയ്യുന്നുണ്ട്. പോളിഷിലുണ്ട്, അതുപോലെ വാർണിഷുകൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ്, അത് അഡീഷണൽ ആയിട്ട് പറയേണ്ടതാണ്. ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ്, ഓയിലിന്റെ ഫിൽട്രേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഡയറ്റമേഷ്യസ് എർത്ത് എടുത്തു കഴിഞ്ഞാൽ ഡയറ്റമേഷ്യസ് എർത്തിന്റെ ഒരു പോർഷൻ ഞാൻ മുറിച്ചെടുക്കുവാണ്. ഡയറ്റമേഷ്യസ് എർത്ത് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഹോളുകൾ, ചെറിയ ചെറിയ ഓപ്പണിംഗ് ഉള്ള ഡയറ്റമേഷ്യസ് എർത്ത്. അതായത് നമ്മുടെ വീട്ടിൽ നമ്മൾ ചായ അരിക്കാൻ ഉപയോഗിക്കുന്ന അരിപ്പകൾ പോലെ ചെറിയ ഓപ്പണിങ്ങുകൾ ഉണ്ട് ഇതിനകത്ത്. അപ്പൊ ഇത് സിറപ്പുകൾ, അതായത് ഓയിൽസ് ആൻഡ് സിറപ്സ്, ഓയിലുകളും സിറപ്പുകളും ഒക്കെ ഫിൽട്ടർ ചെയ്ത് അതായത് എടുക്കാൻ വേണ്ടി ഒരു അരിപ്പ പോലെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ യൂസുകൾ ചോദിച്ചാൽ വാട്ട് ആർ ദ യൂസസ് ഓഫ് ഡയറ്റമേഷ്യസ് എർത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് പ്രധാനപ്പെട്ട യൂസുകൾ പറയാം. ഒന്ന് പോളിഷുകൾ ഉപയോഗിക്കുന്നു, രണ്ട് വാർണിഷുകളിൽ ഉപയോഗിക്കുന്നു, മൂന്ന് ഓയിലും അതുപോലെ തന്നെ സിറപ്പുകളും ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇത്രയുമാണ് അതിന്റെ യൂസസ്. ഇതിൻ്റെ അകത്ത് അത്രയും കാര്യങ്ങളുണ്ട്, ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്, ഇത്രയും പഠിച്ചേക്കണം. ഇത്രയും കാര്യങ്ങളാണ് കിങ്ഡം ഫോർട്ടിസ്റ്റയിലെ ഫസ്റ്റ് ഗ്രൂപ്പായ ക്രൈസോഫേറ്റ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ ഈ ഒരു സ്ലൈഡ് പിക്ചറിന് വേണ്ടി അങ്ങ് മാറ്റി വെക്കുകയാണ്, ചെറിയ പിക്ചറിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങ് മാറ്റി വെക്കുകയാണ് ഈ ഒരു സ്ലൈഡ്. ഓക്കെ, കാരണം നമ്മളിന് മുന്നോട്ട് പഠിക്കുമ്പം ഈ ഒരു പോർഷൻ അങ്ങ് ഫിനിഷ് ചെയ്യാം എന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പം അപ്പോ ഇവിടെ ഇച്ചിരി ശബ്ദം കുറച്ചതാണ്. ഓക്കെ, ഞാനിവിടെ ആദ്യം വരയ്ക്കുന്നത് നമ്മുടെ നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പിൽ ഒരു മെമ്പറിനെ ഇവിടെ വരച്ചേക്കാം, ഓർക്കാൻ വേണ്ടിയാണ് കേൾക്കുന്നത്. ഈ ഒരു പിക്ചർ കാണുമ്പോഴേ മനസ്സിലേക്ക് ഓർമ്മ വരണം, ഇദ്ദേഹം ആരാണ്? ഡയറ്റംസ്. ഡയറ്റംസ് ഓക്കെ, എഴുതിയേക്കാൻ ഡയറ്റം. ഓക്കെ, എക്സാമ്പിൾ ഡയറ്റത്തിന് എക്സാമ്പിൾ പഠിക്കാൻ എക്സാമ്പിൾ ടെക്സ്റ്റിൽ ഇല്ല. ഞാൻ എക്സാമ്പിൾ വേണമെങ്കിൽ പില്ലുലേറിയ, PILLULARIA, പില്ലുലേറിയ. അല്ലെങ്കിൽ എടുക്കാം സിംബല്ല, SYMBELLA. ഇതൊക്കെ കുറച്ച് ഹയർ ലെവലിലേക്ക് പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഇത് എടുത്താൽ മതി, അല്ലെങ്കിൽ ഇതൊന്നും ഒത്തിരി ലോഡാക്കി വെക്കണ്ട. ഇത് പില്ലുലേറിയയുടെ പിക്ചറാണ് ഈ വരച്ചിരിക്കുന്നത്. ഇതിനകത്ത് ന്യൂക്ലിയസും സൈറ്റോപ്ലാസം ഉണ്ട്. സിംബല്ല ആവുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് ഇച്ചിരി വ്യത്യസ്തമാണ്. ഇങ്ങനെ ഇരിക്കും, നമ്മുടെ റൗണ്ട് പോലെ, നമ്മുടെ ഈ ഡ്രംസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു സംഭവം ഉണ്ടല്ലോ സിംബൽ, അതുപോലെ ഇങ്ങനെ റൗണ്ട് ആയിട്ടിരിക്കും. പടം ഞാൻ ഷെയർ ചെയ്തിട്ട് തരാം. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അതായത് ഡയറ്റംസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് നമ്മൾ തീർക്കുകയാണ്. നമ്മൾ രണ്ടാമത്തെ ഗ്രൂപ്പിലേക്ക് വരുന്നു. സെക്കൻഡ് ഗ്രൂപ്പാണ് ഡൈനോഫ്ലജെല്ലേറ്റ്സ്. ഓക്കെ, കണ്ടോ, ഈ വേർഡിൽ തന്നെ ഒരു മീനിങ് ഉണ്ട്, ഡൈനോഫ്ലജെല്ലേറ്റ്സ്. അതായത് ബോഡിയിൽ രണ്ട് ഫ്ലജെല്ല ഉള്ള ഓർഗാനിസമാണ് ഡൈനോഫ്ലജെല്ലേറ്റ്സ്. ഓക്കെ, എന്റെ ഡിസ്ക്രിപ്ഷനിലേക്ക് അല്ലെങ്കിൽ എന്റെ ഫീച്ചേഴ്സിലേക്ക് വരുന്നു. ദേ ആർ മോസ്റ്റ്ലി മെറൈൻ. ഡൈനോഫ്ലജെല്ലേറ്റ്സ് കൂടുതലായിട്ടും എവിടെയാ? ഉപ്പുവെള്ളത്തിലാണ് കാണുന്നത്. അതേസമയം ഫസ്റ്റ് പറഞ്ഞ ഡയറ്റംസ് ഫ്രഷ് വാട്ടറിലും കാണുന്നുണ്ട്, അതോടൊപ്പം തന്നെ മെറൈൻ വാട്ടറിലും കാണുന്നുണ്ട്. പക്ഷെ ഡൈനോഫ്ലജെല്ലേറ്റ്സ് ദേ ആർ മോസ്റ്റ്ലി മെറൈൻ ആൻഡ് ഫോട്ടോസിന്തറ്റിക്. ഇവര് ഫോട്ടോസിന്തറ്റിക്. അപ്പം നമ്മൾ പറഞ്ഞ രണ്ട് പഠിക്കാനുള്ള എളുപ്പമാണ് കമ്പാരിസണും സിമിലാരിറ്റി, അല്ലെങ്കിൽ സിമിലാരിറ്റിയും ഡിഫറൻസും ഫോളോ ചെയ്താൽ പോകേണ്ടത്. ഇവര് മെറൈൻ ആണ്. പക്ഷെ ഫസ്റ്റ് ഗ്രൂപ്പ് പറഞ്ഞത് രണ്ട് ഗ്രൂപ്പ് ഉണ്ട് അവിടെ, ഫ്രഷ് വാട്ടറും മെറൈനും ഉണ്ട്. ഇവര് ഫോട്ടോസിന്തറ്റിക് ആണ്. ഡൈനോഫ്ലജെല്ലേറ്റ്സ് ഫോട്ടോസിന്തറ്റിക് ആണ്, അതോടൊപ്പം തന്നെ ഡയറ്റംസും ഫോട്ടോസിന്തറ്റിക് ആണ്. ഞാൻ ഇവിടെ ഒരു ഡൈനോഫ്ലജെല്ലേറ്റിനെ വരയ്ക്കാവേ. ഡൈനോഫ്ലജെല്ലേറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് നമ്മുടെ ടോർട്ടോയ്സിലെ, ആമയിലെ അതിന്റെ ഒരു അപ്പിയറൻസിലേക്കാണ് നമ്മൾ മനസ്സിലേക്ക് വരേണ്ടത്. അതേപോലെ അല്ല ഇരിക്കുന്നത്, പക്ഷെ ഇതിന്റെ ബോഡിക്ക് ചുറ്റും വളരെ
ഹാർഡായിട്ട് ഒരു കവറിംഗ് ഉണ്ട്. ആമയുടെ ബോഡിക്ക് ചുറ്റും വളരെ കട്ടിയുള്ള ഷെല്ലുകൾ പോലുള്ള പോർഷൻ ഇല്ലേ, അതുപോലെ ഡൈനോഫ്ലജിലേറ്റ്സിന്റെ ബോഡിക്ക് ചുറ്റും വളരെ കട്ടിയുള്ള അതിന്റെ കവറിംഗ് ഉണ്ട്. അത് ഓരോരോ പ്ലേറ്റുകളായിട്ട്, അതാ ഇതൊരു പ്ലേറ്റ് ആണ്, ഒരു ഷീറ്റ് ആണ്. ഇത്രയും ആമയുടെ പുറത്ത് നോക്കിയാലും കാണാമല്ലോ ഓരോരോ ചെറിയ 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 പാളികൾ, അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ ഓരോരോ ബോക്സ് ലൈക്ക് സ്ട്രക്ചർ കൊണ്ട് കവർ ചെയ്യും. ഞാനിപ്പോൾ ഒരെണ്ണം വരച്ചു. അതായത് രണ്ടാമത്തത് നമ്മളിവിടെ ഓർക്കേണ്ടത്, ഡൈനോഫ്ലജിലേറ്റ്സിന്റെ ബോഡിക്ക് ചുറ്റും വളരെ ഹാർഡ് കവറിംഗ് ഉണ്ട്. ആ കവറിംഗ് ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസിന്റെ പ്ലേറ്റുകൾ കൊണ്ടാണ്. സെല്ലുലോസിന്റെ പ്ലേറ്റുകൾ, സെല്ലുലോസ് ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന പാളികൾ ഉണ്ടായിട്ട് അതിങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വെച്ച് ജോയിൻ ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ ബോഡി ഈസ് കവേർഡ് ബൈ സെല്ലുലോസ് പ്ലേറ്റ്. ആ സെല്ലുലോസ് പ്ലേറ്റുകളാണ് ഞാൻ വരയ്ക്കുന്നത്. ഇതിന്റെ പിക്ചറുകളൊക്കെ നിങ്ങൾ കഴിയുന്നിടത്തോളം നിങ്ങൾ നെറ്റിൽ കയറിയിട്ട് ഡൈനോഫ്ലജിലേറ്റ്സ് അടിച്ചു കൊടുക്കണം. ഒത്തിരി പിക്ചേഴ്സ് കിട്ടും. പിക്ചറൊന്നും ക്ലിയർ പിക്ചറൊന്നും ആയിരിക്കത്തില്ല, കാരണം ഡൈനോഫ്ലജിലേറ്റ്സിന്റെ ഫോട്ടോഗ്രാഫ്സ് കുറവാണ്, കൂടുതലായിട്ടും ഫോസിലും അങ്ങനെയൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, ഈ കാണുന്നതെല്ലാം അതിന്റെ സെല്ലുലോസ് പ്ലേറ്റുകളാണ്. പക്ഷെ ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ഈ സെല്ലുലോസ് പ്ലേറ്റ് അല്ലെങ്കിൽ ബോഡിക്ക് ചുറ്റുമുള്ള കവറിങ് പൂർണ്ണമായിട്ടും ബോഡിയെ കവർ ചെയ്യുന്നില്ല. ഇത് ഇത്രയും ഭാഗത്ത് ഇതെല്ലാം പ്ലേറ്റുകളാണ്. കണ്ടോ, നടുക്ക് ഈ വൈറ്റ് ആയിട്ട് കാണുന്ന പോർഷൻ അല്ലേ, ഇത്രയും പാർട്ടിൽ ഈ പറയുന്ന ഹാർഡ് കവറിങ് ഇല്ല. ഇത്രയും ഭാഗം ഫ്രീ ആയിട്ട് നിൽക്കുക. അല്ലെങ്കിൽ സിമ്പിളി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ഓറഞ്ച് എടുത്തിട്ട്, നമ്മുടെ വീട്ടിൽ ഒരു ഓറഞ്ച് എടുത്തിട്ട് നമ്മൾ ബ്ലേഡ് ഉപയോഗിച്ചതാ ഇങ്ങനെ ഇത്രയും ഭാഗം തൊലി മുറിച്ച് കളയുന്നു, ഇത്രയും ഭാഗം തൊലി കട്ട് ചെയ്ത് കളയുന്നു, ഇത്രയും കളയുന്നു, ഇത്രയും കളയുന്നു. കണ്ടോ, ഇതെല്ലാം ഓറഞ്ചിന്റെ തൊലിയുള്ള പോർഷനാണ്. അതേസമയം ഈ പോർഷൻ, ഈ കാണുന്ന പോർഷൻ, അതായത് രണ്ട് ഗ്രൂവുകൾ അല്ലെങ്കിൽ രണ്ട് ഓപ്പണിങ്സ്, ഒരെണ്ണം വെർട്ടിക്കൽ ആയിട്ട് ഒരെണ്ണം ഹൊറിസോണ്ടൽ ആയിട്ട്, ഒരെണ്ണം വെർട്ടിക്കൽ ആയിട്ട് ഒരു ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു ഓപ്പണിങ് കൊടുത്തിരിക്കും. അതുപോലെ ഡൈനോഫ്ലജിലേറ്റ്സിന്റെ ബോഡിക്ക് ചുറ്റും കട്ടിയുള്ള സെല്ലുലോസ് പ്ലേറ്റുകൾ കൊണ്ടുള്ള ഒരു ആവരണം കവറിംഗ് ഉണ്ട്. പക്ഷെ ആ കവറിംഗിൽ രണ്ട് ടൈപ്പ് സ്പ്ലിറ്റിംഗ് അല്ലെങ്കിൽ സ്ലിറ്റുകൾ അല്ലെങ്കിൽ ഓപ്പണിങ്സ് ഉണ്ട്. ഒരെണ്ണം വെർട്ടിക്കൽ ആയിട്ടും ഒരെണ്ണം ഹൊറിസോണ്ടലും ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, ഞാൻ ഒന്നും കൂടി പറയുന്നു. Body of dinoflagellates is armed with, means covered, strongly covered with, protection വേണ്ടിയിട്ടാണ് cellulose പ്ലേറ്റുകൾ. Okay, cellulose plates which leave two openings. One is vertical and the other is horizontal. ഞാൻ ആ ഓപ്പണിങ്സ് ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. ഇതാണ് ഒരു ഓപ്പണിംഗ്, ഇതാ ഈ കാണുന്ന ഒരു ഓപ്പണിംഗ്, ഇതാ അടുത്തൊരു ഓപ്പണിംഗ്. ഓക്കെ, ഇനി ഇതിന്റെ അകത്ത് രണ്ട് ടൈപ്പ് ഫ്ലജല്ലകളുണ്ട്. ഇതിന്റെ ഉള്ളിൽ ഒരു ഫ്ലജല്ല ഇങ്ങനെയാണ്. ഒരു ഫ്ലജല്ല അതാ ഇവിടെ ഇങ്ങനെ താഴേക്ക് ഓർത്തോണം. അത് രണ്ടെണ്ണേ. ഒരു ഫ്ലജല്ല വെർട്ടിക്കൽ ഗ്രൂവിലുണ്ട്, ഒരു ഫ്ലജല്ല ഹൊറിസോണ്ടൽ ഗ്രൂവിലുണ്ട്. ഇത് ഹൊറിസോണ്ടൽ ഫ്ലജല്ലയാണ്. അതായത് ഇതാണ് വെർട്ടിക്കലും ഹൊറിസോണ്ടലും അറിയാമല്ലോ. ഇത് വെർട്ടിക്കലും ഇത് ഹൊറിസോണ്ടലും. ഓക്കെ, അപ്പൊ ഈ ഫ്ലജല്ല ഇരിക്കുന്നത് എങ്ങനെയുള്ള ഓപ്പണിംഗിലാണ്, ഗ്രൂവിലാണ്. ഗ്രൂവ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇതിലൊന്ന് മാർക്ക് ചെയ്തേക്കെ. ഇത് വെർട്ടിക്കൽ ഗ്രൂവ്. ഇത് എങ്ങനെ വരും? ഇത് ഹൊറിസോണ്ടൽ ഗ്രൂവ്. ഓക്കെ, വെർട്ടിക്കൽ ഗ്രൂവ്, ഹൊറിസോണ്ടൽ. വെർട്ടിക്കൽ ഗ്രൂവിൽ ഇരിക്കുന്ന ഫ്ലജല്ലയ്ക്ക് പറഞ്ഞവരാണ് ഇത് വെർട്ടിക്കൽ ഫ്ലജല്ലയാണ്. ഓക്കെ, ഇതെങ്ങനെ വരും? ഹൊറിസോണ്ടൽ. ഇത് തെറ്റല്ലേ? ഹൊറിസോണ്ടൽ ഫ്ലജല്ലയും ഇത് വരുന്ന വെർട്ടിക്കൽ. ഓക്കെ, ഇപ്പൊ ബോഡിയിൽ രണ്ട് ടൈപ്പ് ഫ്ലജല്ലകൾ ഉള്ളത് കൊണ്ടാണ് ഇവരെന്ത് വിളിക്കുന്നത്? ഡൈനോഫ്ലജിലേറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, രണ്ട് ടൈപ്പ് അല്ലെങ്കിൽ ബോഡിയിൽ രണ്ട് ഫ്ലജല്ല ഉള്ളത് കൊണ്ടാണ് ഡൈനോഫ്ലജിലേറ്റ്സ് വിളിക്കുന്നത്. അതിൽ ഒരു ഫ്ലജല്ല ലാർജ് ആയിരിക്കും, ഒരു ഫ്ലജല്ല കമ്പാരിറ്റീവ്ലി സ്മോൾ ആയിരിക്കും. ഈ ഫ്ലജല്ല ഉപയോഗിച്ചാണ് ലോക്കോമോഷനും അതുപോലെ ഫീഡിങ്ങും നടത്തുന്നത്. ഓക്കെ, ഞാൻ സ്ട്രക്ചർ ആണ് പറഞ്ഞതിന്റെ ബാക്കി കാര്യങ്ങൾ പറയാം. ഒരിക്കൽ കൂടി പറയുന്നു. ഡൈനോഫ്ലജിലേറ്റ്സ് യൂണിസെല്ലുലാർ ഫ്ലോട്ടിംഗ് ഓർഗാനിസം ആണ്. വെള്ളത്തിന്റെ സർഫസിൽ ഫ്ലോട്ട് ചെയ്താണ് നിൽക്കുന്നത്. ഇനി ഇവരുടെ ബോഡിക്ക് ചുറ്റും വളരെ സ്ട്രോങ് സെല്ലുലോസ് പ്ലേറ്റുകൾ കൊണ്ടുള്ള കവറിങ് ഉണ്ട്. ഈ കവറിങ്ങിൽ രണ്ട് സ്ലിറ്റുകൾ അല്ലെങ്കിൽ രണ്ട് ഗ്രൂവുകൾ, രണ്ട് ഓപ്പണിങ്സ് ഉണ്ട്. ഒരു ഓപ്പണിംഗ് വെർട്ടിക്കൽ ആയിട്ടും ഒരു ഓപ്പണിംഗ് ഹൊറിസോണ്ടൽ ആയിട്ടുമാണ് കാണുന്നത്. ഓരോ ഓപ്പണിംഗിലും ഓരോ ഫ്ലജല്ല കാണും. വെർട്ടിക്കൽ ഗ്രൂവിൽ കാണുന്ന ഫ്ലജല്ലയെ വെർട്ടിക്കൽ ഫ്ലജല്ല എന്നും ഹൊറിസോണ്ടൽ ഗ്രൂവിൽ കാണുന്ന ഫ്ലജല്ലയെ ഹൊറിസോണ്ടൽ ഫ്ലജല്ല എന്നും വിളിക്കുന്നു. ഈ ഫ്ലജല്ല യൂസ് ചെയ്തുകൊണ്ടാണ് ഇവര് ഫീഡിങ്ങും അതുപോലെ തന്നെ ലോക്കോമോഷനും രണ്ടും നടത്തുന്നത്.
അടുത്ത പറയാൻ പോകണേ. ഞാൻ രണ്ട് മൂന്ന് ഡൈനോഫ്ലജൽസിനെ ഇവിടെ വരയ്ക്കുക. ഇതൊരു ഡൈനോഫ്ലജലേറ്റ് ആണ്, ഇത് അടുത്ത ഡൈനോഫ്ലജലേറ്റ് ആണ്, ഇത് അടുത്ത ഇങ്ങനെ 3, 4, 5 ഡൈനോഫ്ലജലേറ്റ്സ് വരച്ചു വെച്ചിരിക്കുന്നു. ഡൈനോഫ്ലജൽസിന്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞ ഡൈനോഫ്ലജലേറ്റ്സ് എങ്ങനെയുള്ള ഓർഗാനിസം ആണ്? ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസം ആണ്. അതായത് സ്വന്തമായിട്ട് ഫോട്ടോസിന്തസിസ് നടത്തി ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ഓർഗാനിസം ആണ് ഡൈനോഫ്ലജലേറ്റ്സ്. ഇനി ഇവരുടെ ബോഡിയിൽ ഫോട്ടോസിന്തസിസ് നടത്താൻ ആവശ്യമായ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് ഉണ്ടായിരിക്കും. ഡൈനോഫ്ലജലേറ്റ്സിന്റെ ബോഡിയിൽ ഫോട്ടോസിന്തസിസിന് വേണ്ട പിഗ്മെന്റുകൾ കാണും. ഈ പിഗ്മെന്റുകൾ പല കളറുള്ള പിഗ്മെന്റ്സ് ഉണ്ട്. റെഡ് കളറുള്ള ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ബ്ലൂ പിഗ്മെന്റ് ഉണ്ട്, ബ്രൗൺ ഉണ്ട്, യെല്ലോ പിഗ്മെന്റ് ഉണ്ട്. അപ്പം ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് പല കളറുകളിലാണ് കാണുന്നത്. റെഡ്, ഗ്രീന്, ബ്ലൂ, ഗ്രീൻ, യെല്ലോ ഈ കളേഴ്സ് ഒക്കെ കാണാം. ചില ഡൈനോഫ്ലജലേറ്റ്സിൽ റെഡ് കളറുള്ള ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് ആയിരിക്കും കാണുന്നത്. അത് നിറഞ്ഞിരിക്കുമായിരിക്കും ബോഡിക്കകത്ത്. അപ്പോൾ അവർ ഏത് കളറിൽ കാണാം? റെഡ് കളറിൽ കാണും. നമ്മൾ ഇത്രയും ചിന്തിക്കുക. നമ്മളൊരു 4-5 ഗ്ലാസ്സുകൾ എടുത്തിട്ട് ഒരു ഗ്ലാസ്സിൽ റെഡ് ലിക്വിഡും, ഒരെണ്ണത്തിൽ ഗ്രീനും, ഒരെണ്ണത്തിൽ ബ്രൗണും, ഒരെണ്ണത്തിൽ ബ്ലൂവും, ഒരെണ്ണത്തിൽ യെല്ലോയും ഒക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ലിക്വിഡ് എന്തായിരിക്കും? ആ കളറായിരിക്കും ആ ഗ്ലാസ്സിന്. അതായത് എല്ലാ പിഗ്മെന്റും കൂടെ ഒരുമിച്ച് ഒരു ഡൈനോഫ്ലജലേറ്റ്സിൽ കാണത്തില്ല. ഓരോ ഡൈനോഫ്ലജലേറ്റിലും ഓരോ പ്രത്യേക കളറുള്ള പിഗ്മെന്റുകൾ കാണും. ആ പിഗ്മെന്റിനെ ബേസ് ചെയ്ത് ഡൈനോഫ്ലജലേറ്റ്സ് പല കളറിൽ കാണുന്നുണ്ട്. റെഡ് പിഗ്മെന്റ് ഉള്ള ഡൈനോഫ്ലജലേറ്റ്സ് റെഡ് കളറിലും, ഗ്രീൻ പിഗ്മെന്റ് ഉള്ള ആള് ഗ്രീൻ കളറിലും, യെല്ലോ പിഗ്മെന്റ് ഉള്ള ആള് യെല്ലോ കളറിലും ഒക്കെ കാണുന്നുണ്ട്. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, dinoflagellates are photosynthetic organism. They have photosynthetic pigment in their body. Based on the type and color of pigment present in their body, dinoflagellates appear as red, green, blue, brown, yellow, etc. Okay. ഇനി നമുക്കിവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമുണ്ട്. അദ്ദേഹത്തിന്റെ ബോഡിയിലെ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ് റെഡ് ആണ്. റെഡ് പിഗ്മെന്റ് ഉള്ള, റെഡ് കളേർഡ് പിഗ്മെന്റ് ഉള്ള ഈ ഡൈനോഫ്ലജലേറ്റിന് വിളിക്കുന്ന പേരാണ് ഗോണിയലെക്സ്. GONYAULAX ഗോണിയലെക്സ് എന്നാണ് പേര്. റെഡ് പിഗ്മെന്റഡ് ഡൈനോഫ്ലജലേറ്റിന് വിളിക്കുന്ന പേരാണ് ഗോണിയലെക്സ്. മുഴുവൻ പേര് ചോദിച്ചാൽ ഗോണിയലെക്സ് കാറ്റിനല്ല എന്നാണ് മുഴുവൻ പേര്. CATENELLA G ക്യാപിറ്റൽ ലെറ്റർ ആണ്. ഗോണിയലെക്സ് കാറ്റിനല്ല, ഇതില്ല. ഗോണിയലെക്സ് കാറ്റിനല്ല. ഇവിടെ ഒന്നുകൂടെ എഴുതിയേക്കാം. GONYAULAX CATENELLA ഗോണിയലെക്സ് കാറ്റിനല്ല. ഓക്കെ. എന്താണ് ഗോണിയലെക്സ് കാറ്റിനലിന്റെ പ്രത്യേകത? ദേ ആർ റെഡ് പിഗ്മെന്റഡ് ഡൈനോഫ്ലജലേറ്റ്. റെഡ് പിഗ്മെന്റഡ് ഡൈനോഫ്ലജലേറ്റ്. ഓക്കെ. ചില സമയങ്ങളിൽ ശ്രദ്ധിച്ചോണേ, ചില സമയങ്ങളിൽ കടലിന്റെ സർഫസിൽ ഒരു ഏരിയ മുഴുവൻ, ഇതൊരു ഗോണിയലെക്സ് കാറ്റിനൽ അല്ലെ റെഡ് പിഗ്മെന്റഡ് ഡൈനോഫ്ലജലേറ്റ് ആണ്. ഇത് വേറൊരെണ്ണമാണ്, ഇത് വേറൊരെണ്ണമാണ്. ഇങ്ങനെ കടലിന്റെ സർഫസിൽ കിടക്കുക. ഒരു വർഷത്തിൽ ചില സീസണിൽ ഈ റെഡ് പിഗ്മെന്റഡ് ഡൈനോഫ്ലജലേറ്റ് ആയ ഗോണിയലെക്സ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ നടത്തും. ആസ് എ റിസൾട്ട് ഇറ്റ് കവർ എ മേജർ പാർട്ട് ഓഫ് ദ സീ. കടലിന്റെ ഒരു വൈഡ് ഏരിയ ഇതിന് കവർ ചെയ്യും. അപ്പൊ നമ്മൾ മുകളിൽ നിന്ന്, ആകാശത്തെ ഒരു എന്താ പറയുക, വാട്ടർ ബോഡിയെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണാം ഒരു ഏരിയ മുഴുവൻ റെഡ് കളർ ചെയ്യുന്ന കാണാം. കാരണം എന്താ? കടലിന്റെ ചില ഭാഗങ്ങള് കംപ്ലീറ്റ് ഇങ്ങനെ റെഡ് കളറിൽ കാണാനുള്ള കാരണം എന്താ? അവിടെ കംപ്ലീറ്റ് ആയിട്ട് റെഡ് പിഗ്മെന്റഡ് ഡൈനോഫ്ലജലേറ്റ് ആയ ഗോണിയലെക്സ് കാറ്റിനല്ല നന്നായിട്ട് പോപ്പുലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ. അപ്പൊ അത്രയും ഭാഗം റെഡ് കളറിൽ കാണാം. ഇനി കടലിൽ തിരമാലകൾ ഉണ്ടാകുന്ന സമയത്ത് ആ തിരമാലകളുടെ കളറും എന്തായിരിക്കും? റെഡ് കളർ ആയിരിക്കും. ഓക്കെ. അതുകൊണ്ട് ഇതിന് വിളിക്കുന്ന പേരാണ് റെഡ് ടൈഡ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ. റെഡ് ടൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഓഫ് റെഡ് പിഗ്മെന്റഡ് ഡൈനോഫ്ലജലേറ്റ് മേക്ക് സർട്ടൻ റീജിയൻസ് ഓഫ് സീ റെഡ് കളേർഡ്. അവിടെ പോപ്പുലേഷൻ നടക്കുന്ന സമയത്ത് മാത്രം, അതായത് കൂടുതലായിട്ട് അവർ പോപ്പുലേറ്റ് ചെയ്യുമ്പോൾ ആ സമയത്ത് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈഡ്, ഇവിടെ ഈ റെഡ് കളറുള്ള പോർഷനിൽ ഒരു തിരമാല അടിച്ചു പൊങ്ങി വന്നാൽ ആ തിരമാലയുടെ കളറും എന്തായിരിക്കാം? റെഡ് ആയിരിക്കാം. അതുകൊണ്ട് ഇതിനെ വിളിക്കാം റെഡ് ടൈഡ്. അപ്പൊ 2 ക്വസ്റ്റ്യൻസ് എക്സാമിന് കിട്ടാം. വാട്ട് ഈസ് റെഡ് ടൈഡ്? സെക്കൻഡ് വൺ, വിച്ച് ഓർഗാനിസം പ്രൊഡ്യൂസ് റെഡ് ടൈഡ്? റെഡ് ടൈഡ് എന്താണ്? അത് പറയുമ്പോൾ നമ്മുടെ ഗോണിയലെക്സിനെ കുറിച്ച് പറഞ്ഞു വരണം. ചില സമയങ്ങളിൽ, ചില സീസണിൽ കടലിന്റെ ചില ഏരിയയിൽ റെഡ് പിഗ്മെന്റഡ് ഡൈനോഫ്ലജലേറ്റ്സ് കൂടുതലായിട്ടുണ്ടാകും. ആ ഭാഗം റെഡ് കളേർഡ് ആയിരിക്കും. അവിടെ ഉണ്ടാകുന്ന ആ ടൈഡിന്റെ കളറും റെഡ് കളർ ആയിരിക്കും.
വിളിക്കും. അതുകൊണ്ട് ഇനി എന്ത് വിളിക്കാം? റെഡ് ടൈഡ് എന്നാണ് വിളിക്കാൻ സാധിക്കുന്നത്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യുകയാണ്. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുന്നതിന് ശേഷം ഞാൻ പറഞ്ഞു, ഇപ്പം കടലിന്റെ സർഫസിൽ ഈ പറയുന്ന റെഡ് പിഗ്മെന്റ് ഡൈനോഫ്ലജലേറ്റ്സ് കൂടുതലായിട്ട് ഉണ്ടാകുന്ന ആ ഒരു സമയം അത്രയും റീജിയൻ റെഡ് കളർ ആയിരിക്കും. കടലിന്റെ ചില ഭാഗങ്ങൾ കംപ്ലീറ്റ് റെഡ് കളർ. ഞാൻ ഇതിന്റെ ഫോട്ടോസ് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് ഇട്ട് തരാം കേട്ടോ. ഞാൻ ഫോട്ടോയും വീഡിയോയും ഇതിനകത്ത് ഷെയർ ചെയ്യാൻ നോക്കി, പക്ഷേ വീഡിയോ ഇതിനകത്ത് വർക്ക് ആവുന്നില്ല. ഷെയർ ചെയ്യുമ്പോഴത്തേക്കും വീഡിയോ വർക്ക് ആവുന്നില്ല. അത് ഒരു പക്ഷേ എന്റെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും ടെക്നിക്കൽ എറർ ആയിരിക്കും. ഞാൻ അത് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് അല്ലാതെ തന്നെ വീഡിയോയും അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫ്സും ഷെയർ ചെയ്യാം. ഓക്കെ, ഞാൻ പറയുന്നത് ഇപ്പൊ റെഡ് ടൈഡിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. ഇപ്പൊ റെഡ് ടൈഡ് അല്ല, എന്താ റെഡ് കളേർഡ് ഡൈനോഫ്ലജലേറ്റ്സ് കടലിന്റെ സർഫസിൽ കൂടുതലായിട്ട് വളരുമ്പോൾ അത്രയും ഏരിയ റെഡ് കളേർഡ് ആവുമെന്ന് പറഞ്ഞു. ഇനി ഇങ്ങനെ നമ്മുടെ ഗോണിയലസ് കാറ്റനല്ല അല്ലെങ്കിൽ റെഡ് പിഗ്മെന്റ് ഡൈനോഫ്ലജലേറ്റ്സ് വാട്ടർ സർഫസിൽ ഹൈലി പോപ്പുലേറ്റഡ് ആവുമ്പോൾ ഇവര് വാട്ടറിലേക്ക്, വെള്ളത്തിലേക്ക് ചില ടോക്സിക് സബ്സ്റ്റൻസ് റിലീസ് ചെയ്യും. ഓക്കെ, നമ്മുടെ ഗോണിയലസ് കാറ്റനല്ല എന്ന് പറയുന്ന റെഡ് കളേർഡ് ഡൈനോഫ്ലജലേറ്റ്സ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ നടക്കുന്ന സമയത്ത് അവർ വെള്ളത്തിലേക്കൊരു ടോക്സിക് സബ്സ്റ്റൻസ് റിലീസ് ചെയ്യും. ആ ടോക്സിക് സബ്സ്റ്റൻസിന്റെ പേരാണ് സാക്സിറ്റോക്സിൻ എന്നാണ് പറഞ്ഞത്. സാക്സിറ്റോക്സിൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ടെക്സ്റ്റിൽ ഇല്ല, NCERT ബേസ് ചെയ്തിട്ടാണ് എല്ലാം പോകുന്നത്. പക്ഷേ ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സാക്സിറ്റോക്സിൻ എന്ന് പറയുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. ടെക്സ്റ്റിൽ ടോക്സിക് സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നുള്ളൂ. അതിന്റെ എന്താണ് സ്പെസിഫിക് ആയിട്ട് എന്ത് ടോക്സിൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പറയുന്നത്. അതുകൊണ്ടാണ് സാക്സിറ്റോക്സിൻ റിലീസ് ചെയ്യുന്നത്. സാക്സിറ്റോക്സിൻ റിലീസ് ചെയ്യുമ്പോഴത്തേക്കും ഈ സാക്സിറ്റോക്സിൻ അക്വാട്ടിക് ഓർഗാൻസിന്റെ ബോഡിയിലേക്ക് എത്തും. അതായത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഗോണിയലസ് കാറ്റനല്ല എന്ന് പറയുന്ന ഓർഗാൻസിന്റെ ബോഡിയിൽ ഈ പറഞ്ഞ ടോക്സിൻ ഉണ്ട്. അത് വെള്ളത്തിലേക്ക് റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഗോണിയലസിനെ കഴിക്കുന്ന അക്വാട്ടിക് ഓർഗാനിസംസ്, ഓക്കെ, അത് എന്താ ചെറിയ ഓർഗാനിസം ആയിരിക്കാം അല്ലെങ്കിൽ വലിയ ഓർഗാനിസം ആയിരിക്കാം. അവരുടെ ബോഡിയിൽ സാക്സിറ്റോക്സിൻ അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഡിസീസുകൾ ഉണ്ടാകാറുണ്ട്. ഓക്കെ, അങ്ങനെ സാക്സിറ്റോക്സിൻ കൺസ്യൂം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അസുഖത്തിന്റെ പേരാണ് പാരലറ്റിക് ഷെൽ ഫിഷ് പോയിസണിങ്. ഓക്കെ, ഷോർട്ട് ഫോം ആയിട്ട് PSP എന്ന് പറയും. ഓക്കെ, സാക്സിറ്റോക്സിൻ എന്ന് പറയുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ടാക്കുന്ന ഡിസീസ് ആണ് അത് പാരലറ്റിക് ഷെൽഫിഷ് പോയിസണിങ്. ഓക്കെ, PSP കെമിക്കൽ നേച്ചർ സാക്സിറ്റോക്സിൻ ആണ്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പറയുന്ന രണ്ടാമത്തെ ഗ്രൂപ്പായ ഡൈനോഫ്ലജലേറ്റ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് ഡൈനോഫ്ലജലേറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യുവാണ്, നോക്കണം. Dinophilids, they are mostly marine and photosynthetic. സംശയമില്ല. They appear yellow, green, brown, blue or red in color depending on the major pigment present in their cell. ഞാൻ പറഞ്ഞു പിഗ്മെന്റ്സിന് പല കളറുകളായിരിക്കാം. ഓരോ ഓർഗാനിസിലും ഓരോ കളറുള്ള പിഗ്മെന്റ് ആയിരിക്കും കാണുന്നത്. ഏത് പിഗ്മെന്റ് ആണ് ബോഡിയിലുള്ളത് ആ കളറിലാണ് അവരെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. Then cell wall contain stiff cellulose plate on the outer surface. ബോഡിക്ക് ചുറ്റും സെല്ലുലോസ് കൊണ്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്ലേറ്റുകൾ കൊണ്ട് കവർ ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഇനി മോസ്റ്റ് ഓഫ് ദം ഹൗ ടു ഫ്ലജല്ല. ഇവരുടെ ബോഡിയിൽ രണ്ട് ഫ്ലജല്ല ഉണ്ട്. ഒരെണ്ണം ട്രാൻസ്വേഴ്സും ഒരെണ്ണം ലോഞ്ചിറ്റ്യൂഡിലും ആയിരിക്കും, അല്ലെങ്കിൽ ഒരെണ്ണം വെർട്ടിക്കൽ ആയിട്ടും ഒരെണ്ണം ഹൊറിസോണ്ടൽ ആയിട്ടും ആയിരിക്കും ഇരിക്കുന്നത്. ഇതിരിക്കുന്ന എവിടെയാണ്? ഒന്നും അതിൻ്റെതായ ഒരു ഗ്രൂവിൽ, ഒരു സ്ലിറ്റിനുള്ളിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ട്രാൻസ്വേഴ്സ് ഫ്ലജല്ല ട്രാൻസ്വേഴ്സ് ഗ്രൂവിലും, വെർട്ടിക്കൽ ഫ്ലജല്ല വെർട്ടിക്കൽ ഗ്രൂവിലും ആയിരിക്കും ഇരിക്കുന്നത്. Then red dinoflagellate, example Gonialex. കണ്ടോ, red dinoflagellate, example Gonialex, multiply rapidly and see appear red colored. അതിനാണ് ഇവിടെ റെഡ് ടൈഡ് എന്ന് കൊടുത്തിരിക്കുന്നത്. റെഡ് ടൈഡ് എന്ന് പറയുന്നത് നമുക്ക് ഇതുകൊണ്ട് പറയാം, ആ ഒരു റെഡ് കളേർഡ് പോർഷനിൽ ഉണ്ടെന്ന ടൈഡിന് തിരമാലയ്ക്ക് പറയുന്ന പേരാണ് റെഡ് ടൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഡ്യൂറിങ് റെഡ് ടൈഡ് ദേ റിലീസ് ടോക്സിൻ. ടോക്സിൻ എന്താണെന്ന് പറയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. ആ ടോക്സിന്റെ പേരാണ് സാക്സിറ്റോക്സിൻ. Into sea result in the death of large number of marine animals and fish. ഈ ടോക്സിന്റെ പേരാണ്
SAXITOXIN. ഈ സാക്സിടോക്സിൻ ഉണ്ടാക്കുന്ന ഒരു അസുഖത്തിന്റെ പേരാണ് PSP. ഞാൻ പറഞ്ഞിരുന്നു, പാരലിറ്റിക് ഷെൽ ഫിഷ് പോയിസണിങ്. PSP, പാരലിറ്റിക് PSP, പാരലിറ്റിക് ഷെൽ ഫിഷ് പോയിസണിങ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാറ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഡയറ്റത്തിന് എക്സാമ്പിൾ നമുക്ക് കൊടുക്കാം. പില്ലുല്ലേറിയ എക്സാമ്പിൾ ഞാൻ എഴുതി തന്നായിരുന്നു. ഡയറ്റത്തിന് എക്സാമ്പിൾ പഠിക്കുന്നെങ്കിൽ പില്ലേറിയ കൊടുക്കാം. ഇവിടെ പില്ലേറിയ തന്നിട്ടുണ്ട്. എവിടെയാണോ ഒരു എക്സാമ്പിൾ ഒക്കെ എഴുതി തന്നില്ല, ഞാൻ എവിടെയോ എഴുതിയായിരുന്നല്ലോ. ഇല്ല, ഡയറ്റത്തിന് എക്സാമ്പിൾ പില്ലുല്ലേറിയ കൊടുക്കാം, അല്ലെ സിമ്പിൾ. ഞാൻ മുമ്പ് വരച്ച പടമൊക്കെ കാണിച്ചതാണ്. പില്ലുല്ലേറിയ കൊടുക്കാം, അല്ലെങ്കിൽ സിമ്പിളിൽ കൊടുക്കാം. അത് ഫസ്റ്റ് വണ്ണിൽ. ഓക്കെ, നിങ്ങൾ ചെറിയ നോട്ടൊക്കെ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. എക്സാമ്പിൾ ആണെങ്കിൽ എക്സാമ്പിൾ ഡയറ്റം, എക്സാമ്പിൾ പില്ലുല്ലേറിയ. ഒരിക്കൽ കൂടി ഞാൻ എഴുതുന്നു, PILLUARIA, പില്ലുല്ലേറിയ എക്സാമ്പിൾ ആണ്. അടുത്ത സിംബല്ല, SYMBELLA. ഓക്കെ, ഇത് പില്ലുല്ലേറിയയുടെ പടമാണ് ഈ വരച്ചിരിക്കുന്നത്. സിംബൽ, ഇതൊക്കെ സിംബല്ലയാണ്. ഇതൊക്കെ ഇങ്ങനെ ഉരുണ്ടിരിക്കുന്ന സിംബല്ലയാണ്. ഓക്കെ, ഇനി രണ്ടാമത്തിലേക്ക് വന്നു. ക്രൈസോഫേറ്റ്സ് കഴിഞ്ഞ് ഡൈനോഫ്ലജില്ലേറ്റ്സ് ആണല്ലോ. ഡൈനോഫ്ലജില്ലേറ്റ്സ് വന്നപ്പോഴത്തേക്കും അതിന് എക്സാമ്പിൾ നമ്മൾ എന്ത് പറഞ്ഞു? എക്സാമ്പിൾ എക്സാമ്പിൾ പറഞ്ഞ ഡൈനോഫ്ലജിലേറ്റ്സിന് എക്സാമ്പിൾ ഗോണിയലെക്സ്, റെപ്റ്റൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗോണിയലെക്സ്. ഓക്കെ, ഇപ്പൊ ക്രൈസോഫൈറ്റ്സ് പറഞ്ഞു, ഡൈനോഫ്ലജിലേറ്റ്സ് പറഞ്ഞു. മുന്നോട്ട് പോയിക്കോട്ടെ ഞാൻ. ഓക്കെ ആണോ കാര്യങ്ങൾ പറഞ്ഞ രണ്ടും? ക്രൈസോഫൈറ്റ്സ് ഡൈനോഫ്ലജിലേറ്റ്സ് ഓക്കെ ആണോ? ഓക്കെയാണ്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ഗ്രൂപ്പിലേക്ക് വരും. ഇതേ നോട്ട് നോക്കണം. ഞാനത് ആ നോട്ട് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്തെന്ന്. ഇത് വായിച്ചു പഠിച്ചിട്ട് NCERT പോയി കഴിഞ്ഞാൽ നമുക്ക് NCERT ഒരു എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ എല്ലാം കൂടെ ബുദ്ധിമുട്ട് തോന്നി. അടുത്ത മൂന്നാമത്തെ പറയാണ് ക്രൈസോഫൈറ്റ്സ് പറഞ്ഞു, അതിനുശേഷം ഡൈനോഫ്ലജിലേറ്റ്സ് പറഞ്ഞു. മൂന്നാമത്തെ ഗ്രൂപ്പ് യൂഗ്ലിയനോയിഡ്സ് ആണ്. ഞാൻ യൂഗ്ലിയനോയിഡ്സിന് വേണ്ടിയിട്ട് ഈ ഒരു ഷീറ്റ് ഉപയോഗിക്കുകയാണ്. ഇതിലേക്ക് വരയ്ക്കാൻ യൂഗ്ലീനയുടെ യൂഗ്ലീന വെള്ളത്തിൽ മൂവ് ചെയ്യുകയും ഫുഡ് ക്യാപ്ചർ ചെയ്യുകയും ചെയ്യുന്ന വീഡിയോ ഞാൻ എൻ്റെ ലിങ്ക് ഇട്ട് തരാം. നിങ്ങളത് നിങ്ങളുടെ മൊബൈലിൽ കാണുന്ന രീതിയിൽ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടയ്ക്ക് സ്റ്റക്ക് ആവുകയും പ്രശ്നം വരുന്നതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്ത് തരാം. നിങ്ങളിത് കാണണം. എന്തിനാണ് ഇതിന്റെയൊക്കെ ഫോട്ടോയും വീഡിയോയും ഒക്കെ കഴിയുന്നിടത്തോളം ഷെയർ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരൊന്നും നമ്മുടെ മനസ്സിൽ നിൽക്കത്തില്ല. നമ്മൾ ഡയറ്റംസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ ഡൈനോഫ്ലജിലേറ്റ്സ് ആ വരുന്നത്. ഡയറ്റം എന്ന് ഒരു വാക്ക് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ഡൈനോഫ്ലജിലേറ്റിന്റെ പിക്ചർ ആ വരുന്നത്. നമ്മൾ എഴുതുന്ന മുഴുവൻ തെറ്റിപ്പോകും. ഓരോ പേര് പറയും. ഡയറ്റം നമ്മുടെ സോപ്പ് പൊട്ടി മനസ്സിൽ വെക്കണം. ഡൈനോഫ്ലജിലേറ്റ്സ് ആമയുടെ പോലെ പുറന്തോടും 2 വലിയ ഫ്ലജിലുള്ള ആളാണ് ഡൈനോഫ്ലജിലേറ്റ്സ്. അങ്ങനെ ഒരു ഓർമ്മ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇതിനോട് ഒരു പിക്ചറും കൂടെ ഒക്കെ എന്ന് പറഞ്ഞു. ക്രൈസോഫൈറ്റ്സ് പറഞ്ഞു, ഡയറ്റംസ് പറഞ്ഞു. അടുത്ത എന്താണ്? നമ്മുടെ ക്രൈസോഫൈറ്റ്സിലെ ഡയറ്റംസ് പറഞ്ഞു, പിന്നെ ഡൈനോഫ്ലജിലേറ്റ്സ് പറഞ്ഞു. ഇനി പഠിക്കേണ്ട അടുത്ത മൂന്നാമത്തെ ഗ്രൂപ്പാണ് യൂഗ്ലിയനോയിഡ്സ്. ഞാൻ ഇവിടെ എഴുതുവാണ് യൂഗ്ലിയനോയിഡ്സ്. യൂഗ്ലിയനോയിഡിലെ ടിപ്പിക്കൽ മെമ്പറാണ് യൂഗ്ലിയ. ഈ പടം ഒന്ന് വരച്ചെടുക്കാൻ സാധിച്ചോ? വരച്ചായിരുന്നോ ചെറുതായിട്ടെങ്കിലും ഒന്ന്? ഗോണിയലെക്സിനെ വരച്ചോ? ഗോണിയലെക്സ് ജസ്റ്റ് ഒരു ചെറിയൊരു പിക്ചർ ഒന്ന് എവിടെയെങ്കിലും ഒന്ന് വരച്ചു വെച്ചേക്കണം കേട്ടോ. ഓക്കെ, ഞാൻ ഇനി അടുത്തത് ഈ പറയുന്ന നമ്മുടെ യൂഗ്ലീനെ വരയ്ക്കാം. യൂഗ്ലിയനോയിഡ്സിൽ ടിപ്പിക്കൽ മെമ്പറാണ് യൂഗ്ലീന. യൂഗ്ലീനെ വരയ്ക്കുന്നു. യൂഗ്ലീനയുടെ വീഡിയോ ഇട്ട് തരാം. നമ്മൾ വരയ്ക്കുന്നതിന് വലിയ വ്യത്യസ്തമായിട്ടൊന്നുമില്ല, ഏകദേശം ഇതേപോലെയൊക്കെ തന്നെയാണ് യൂഗ്ലീന. ഓക്കെ, യൂഗ്ലീനയുടെ പ്രത്യേകത, യൂഗ്ലീനയ്ക്ക് 2 ഫ്ലജെല്ലകൾ കാണാം. ഒരു ഫ്ലജെല്ല വളരെ നീണ്ട വലിയൊരു ഫ്ലജെല്ലയും ഒരു ചെറിയ ഫ്ലജെല്ലയും. ഓക്കെ, ഇവർക്ക് 2 ഫ്ലജെല്ല കൊണ്ട് ഇവരെ ഡൈനോഫ്ലജിലേറ്റ്സ് ഒന്നും വിളിക്കുന്നൊന്നുമില്ല. ഇവരുടെ പേര് യൂഗ്ലീന എന്നാണ്. ഉണ്ടോ? ഇപ്പൊ 2 ഞാൻ നോട്ട് ചെയ്തൊക്കെ വരയ്ക്കുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ കരുതട്ടെ. ഇത് ഫ്ലജെല്ലയാണ്. ഓക്കെ, ഇവരുടെ ബോഡിക്ക് ചുറ്റും സെൽ വോൾ ഇല്ല. നമ്മൾ ആദ്യം പറഞ്ഞ ഡയറ്റത്തിന് സെൽ വോൾ ഉണ്ട്, ഡൈനോഫ്ലജിലേറ്റ്സിന് സെൽ വോൾ ഉണ്ട്. ഡയറ്റത്തിന്റെ സെൽ വോൾ സെല്ലുലോസും സിലിക്കയും കൊണ്ടുണ്ടാക്കിയിരിക്കുന്നു. സിലിക്ക ഉള്ളതുകൊണ്ട് ഗ്ലാസ് പോലാണ് ഡയറ്റത്തിന്റെ സെൽ വോൾ. ഡൈനോഫ്ലജിലേറ്റ്സിലേക്ക് വരുമ്പം അവിടെ സിലിക്ക കൊണ്ട് മാത്രമാണ്. സിലിക്ക കൊണ്ടുണ്ടാക്കിയ വലിയ കട്ടിയുള്ള പ്ലേറ്റുകൾ കൊണ്ടാണ് ബോഡി
cover ചെയ്തിരിക്കുന്നത്. But body is not covered completely. It remains two slits, one vertical and the other is transverse. Okay. But in the case of Euglena, cell wall is absent. Cell wall absent in the case of Euglena. Instead of cell wall, body is covered by a proteinaceous substance. Body covered by a proteinaceous substance. What is proteinaceous substance? Made up of protein. Protein കൊണ്ടുണ്ടാക്കിയ ഒരു സബ്സ്റ്റൻസ് കൊണ്ടാണ് യൂഗ്ലിനയുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്, ബോഡി കവർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത് ഹാർഡ് സബ്സ്റ്റൻസ് ഒന്നുമല്ല, അതിന്റെ പേരാണ് പെല്ലിക്കിൾ എന്നാണ് പറയുന്നത്. പെല്ലിക്കിൾ ലേബൽ ചെയ്യണം, എന്താ പടം വരച്ചിട്ട്. യൂഗ്ലിന devoid of a cell wall around it. Moreover, the body is covered by a proteinaceous substance which is called pellicle. Pellicle എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞ അത്ര സ്ട്രോങ് കമ്പോണന്റ് അല്ല. നമ്മളൊരു ബലൂണിൽ വെള്ളം നിറച്ചിട്ട് നമ്മൾ ആ ബലൂൺ കയ്യിലിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറ്റി കഴിഞ്ഞാൽ അതിന്റെ ഷേപ്പ് മാറിക്കൊണ്ടേയിരിക്കും. അതുപോലെ ഈ പെല്ലിക്കിൾ എന്ന് പറയുന്ന കവറിംഗ് ആണ് യൂഗ്ലിനയിലുള്ളത്. അതുകൊണ്ട് യൂഗ്ലിനയുടെ ബോഡി ഫ്ലെക്സിബിൾ ആണ്. വളയാനോ തിരിയാനോ വീഡിയോ കാണുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും. അത്ര ഓർക്കുക, ബലൂണിൽ വെള്ളം നിറച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പിടിച്ച് വളയ്ക്കുകയോ ഓടിക്കുകയോ തിരിക്കുകയോ ഒക്കെ ചെയ്യാം. അതുപോലെ ആയിരിക്കും. ഇപ്പൊ ചോദിക്കാം, യൂഗ്ലിനയുടെ ബോഡി ഫ്ലെക്സിബിൾ ആകാനുള്ള കാരണം എന്താണ്? ഒരു ചെറിയ ഓപ്പണിങ്ങിന്റെ ഉള്ളിൽ കൂടി കടന്നു പോവാം, ഒബ്സ്റ്റിക്കിൾസ് എന്തെങ്കിലും വന്നാൽ അതിന്റെ ഇടയിലൊക്കെ എന്താ തിരിഞ്ഞു മറിഞ്ഞ് ഇതിന് മൂവ് ചെയ്യാൻ പറ്റും. അതിന്റെ കാരണം സെൽ വോൾ, സ്ട്രോങ് സെൽ വോൾ ഇല്ല. സെൽ വോളിന് പകരം ഞാനിപ്പോ നാലാമത്തെ തവണ ഈ വാക്ക് പറയുന്നത്, സെൽ വോളിന് പകരം ബോഡി കവർ ചെയ്ത് പെല്ലിക്കിൾ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ആണ്. പെല്ലിക്കിൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? പ്രോട്ടീൻ കൊണ്ട്. പ്രോട്ടീൻ കൊണ്ടുണ്ടാക്കിയ പെല്ലിക്കിൾ, മനസ്സിലായോ? പ്രോട്ടീനേഷ്യസ് സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, അതുകൊണ്ട് ബോഡി ഫ്ലെക്സിബിൾ ആണ്. ഇനി പറയേണ്ട കാര്യം, ബോഡിയിൽ വളരെ സോളിഡ് ആയിട്ട് നമുക്ക് ന്യൂക്ലിയസ് കാണാൻ സാധിക്കും. ഇത് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിന്റെ ബോഡിയിൽ ന്യൂക്ലിയസ് ഉണ്ട്. കണ്ടോ? ഇനിയാണ് കാര്യങ്ങൾ ഓർക്കേണ്ടത്. ന്യൂക്ലിയസ് കൂടാതെ ഇതിന്റെ ബോഡിയിൽ ക്ലോറോപ്ലാസ്റ്റുകൾ കാണാം. ക്ലോറോപ്ലാസ്റ്റ് കണ്ടോ? ഈ കാണുന്നതെല്ലാം ക്ലോറോപ്ലാസ്റ്റ്. കണ്ടോ? അതുകൊണ്ട് ദയവിട്ട് ഇതൊക്കെ ഞാൻ ക്ലോറോപ്ലാസ്റ്റ്. ഓക്കെ, ഈ ക്ലോറോപ്ലാസ്റ്റിന്റെ അകത്ത് ഫോട്ടോസിന്തസിന് ആവശ്യമായ പിഗ്മെന്റ്, ഇതിന്റെ അകത്ത് കാണുന്ന പിഗ്മെന്റ് ഞാൻ ഇന്ന് വേറൊരു കളറിൽ നോട്ട് ചെയ്യാം. അതിന്റെ അകത്ത് കാണുന്ന പിഗ്മെന്റ് ഞാൻ ബ്ലൂ കളറിൽ നോട്ട് ചെയ്യും. ഈ പിഗ്മെന്റ് ക്ലോറോഫിൽ എ ആണ്. ഇതിന്റെ അകത്ത് കാണുന്ന പിഗ്മെന്റിന്റെ പേര് പിഗ്മെന്റ്. പിഗ്മെന്റ് ഏതാണ്? ക്ലോറോഫിൽ എ പിഗ്മെന്റ് ആണ്. ഈ ക്ലോറോഫിൽ എ പിഗ്മെന്റ് എന്ന് പറയുന്നത് ഹയർ പ്ലാന്റ്സിലും കാണുന്നതാണ്. നമ്മുടെ ഈ ആൻജിയോസ്പെം, നമുക്ക് ചുറ്റും കാണുന്ന ആൻജിയോസ്പെംസിലുള്ള ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ് ആണ് ക്ലോറോഫിൽ. അപ്പൊ ക്ലോറോഫിൽ എയുടെ ബോഡിയിൽ കാണുന്നുണ്ട്. ഓക്കെ, ഇനിയാണ് നമ്മുടെ കാര്യങ്ങളിലേക്ക് വരേണ്ടത്. അല്ല, കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഒന്നും കൂടെ റിവൈസ് ചെയ്യാം. ആദ്യം പറയുമ്പോൾ ഒരു പക്ഷേ അത്ര ഒരു കണക്ഷൻ പ്രോപ്പർ ആയിട്ട് കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് രണ്ടാമത് ഒരിക്കൽ കൂടി പറയുന്നത്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക, എവിടെയെങ്കിലുമൊക്കെ ലിങ്ക് നഷ്ടപ്പെടുന്നെങ്കിൽ രണ്ടാമത് പറയുമ്പോൾ അന്ന് ലിങ്ക് ആക്കി എടുക്കണം. എന്നിട്ട് പറയുന്നു, യൂഗ്ലീന എന്ന് പറയുന്ന ഓർഗാനിസം, ആ ഓർഗാനിസത്തിന്റെ ബോഡിക്ക് ചുറ്റും കട്ടിയുള്ള സെൽ വോൾ ഇല്ല. സെൽ വോളിന് പകരം ബോഡി കവർ ചെയ്തിരിക്കുന്നത് പ്രോട്ടീൻ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന പെല്ലിക്കിൾ എന്ന സബ്സ്റ്റൻസ് കൊണ്ടാണ്. ഇങ്ങനെ പെല്ലിക്കിൾ എന്ന സബ്സ്റ്റൻസ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്നത് കൊണ്ട് ബോഡി ഫ്ലെക്സിബിൾ ആണ്. കാരണം ഇത് ഹാർഡ് അല്ല, റിഡ് അല്ല. ബോഡി ഈസ് ഫ്ലെക്സിബിൾ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് pellicle around it, and also the organism is devoid of a strong or hard cell wall around it. Okay, then organism move ചെയ്യുന്നതും അതോടൊപ്പം തന്നെ ഫുഡ് ക്യാപ്ചർ ചെയ്യുന്നു, മൂവ്മെന്റ് ആൻഡ് അതിനോടൊപ്പം തന്നെ എന്താണ് ഫീഡിങ്. ഓക്കെ, ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എന്താണ്? ഫ്ലജല്ലയാണ്. സഞ്ചരിക്കാനും ഫുഡ് ക്യാപ്ചർ ചെയ്യാനും ഫ്ലജല്ല ഉപയോഗിക്കുന്നു. ഫ്ലജല്ല രണ്ട് തരത്തിലാണ്, ഒരു വലിയ ഫ്ലജല്ലയും ഒരു ചെറിയ ഫ്ലജല്ലയും ആണ് കാണുന്നത്. ബോഡിയിൽ സെൻട്രൽ ലൊക്കേറ്റഡ് ഒരു വിസിബിൾ, വളരെ ക്ലിയർ ആയിട്ടൊരു ന്യൂക്ലിയസ് കാണാൻ സാധിക്കും. പിന്നെ ബോഡിക്കകത്ത് ബോഡിക്കകത്ത് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. ഫോട്ടോസിന്തസിസ് നടത്താൻ ആവശ്യമായ പിഗ്മെന്റ് ഉണ്ട്. ആ പിഗ്മെന്റ് ക്ലോറോഫിൽ എ പിഗ്മെന്റ് ആണ് കാണുന്നത്. ക്ലോറോഫിൽ എ പിഗ്മെന്റ്
ഉള്ളത് ഈ യൂഗ്ലീനെ നമുക്ക് ഹയർ പ്ലാന്റിന്റെ ഒരു ആൻസിസ്റ്റർ ആയിട്ട് നമുക്ക് കരുതാം. കാരണം ഹയർ പ്ലാന്റ് ഇനി നമ്മൾ കാര്യത്തിലേക്ക് വരുന്നു. യൂഗ്ലീനയുടെ പ്രത്യേകത, യൂഗ്ലീന വെള്ളത്തിന്റെ സർഫസിൽ ജീവിക്കുന്ന സമയത്ത് ഇവിടെ വെച്ചേക്കാം. യൂഗ്ലീന വെള്ളത്തിന്റെ ഈ സർഫസ് പോർഷൻ, അതായത് ലൈറ്റ് പെനിട്രേറ്റ് ചെയ്യുന്ന ഭാഗങ്ങളിലൊക്കെ സൺലൈറ്റ് പെനിട്രേറ്റ് ചെയ്ത് വരുന്ന പോർഷൻ യൂഗ്ലീന അതിന് വേണ്ട ഫുഡ് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യും. കാരണം ഇതിന്റെ മുകളിൽ ക്ലോറോപ്ലാസ്റ്റും അതുപോലെ പിഗ്മെന്റും ക്ലോറോഫിൽ പിഗ്മെന്റും ഉള്ളത് കൊണ്ട് ലൈറ്റ് ഉള്ള ഭാഗത്താണ് ഇദ്ദേഹം ജീവിക്കുന്നതെങ്കിൽ ഇദ്ദേഹം സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ് യൂഗ്ലീന ഫങ്ഷൻ ആസ് autotrophic. In the presence of sunlight, Euglena function as autotrophic by performing photosynthesis. Photosynthesis കൂടി സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നതുകൊണ്ട് ലൈറ്റ് ഉള്ള അവസരങ്ങളിൽ ഇദ്ദേഹം എങ്ങനെയാണ് ഓട്ടോട്രോപിക്. തിരിച്ച് യൂഗ്ലീന ജീവിക്കുന്നത് കടലിന്റെ വളരെ താഴെയാണ്, വെള്ളത്തിൽ ഒത്തിരി താഴെയാണ്, സൺലൈറ്റ് പെനിട്രേറ്റ് ചെയ്യാൻ കഴിയുന്നതിന് താഴെയാണ്, ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാത്ത സ്ഥലത്താണെങ്കിൽ ഇവന് ഈ പറയുന്ന ഫോട്ടോസിന്തസിസ് നടത്താൻ പറ്റത്തില്ല. അങ്ങനത്തിൽ ഇവനെന്ത് ചെയ്യാൻ ഈ ഫ്ലജറിലേക്ക് ഉപയോഗിച്ച് മൈക്രോ ഓർഗാനിസത്തിന്റെ ബോഡി ഉള്ളിലേക്ക് ഇത് കൊണ്ടുവന്നിട്ട് അതിനെ ഫിൽ യൂഗ്ലീനെ എങ്ങനെ capturing insects or microorganisms. Okay, ഇപ്പം ലൈറ്റ് ഇല്ലാത്ത സാഹചര്യത്തിൽ യൂഗ്ലീന ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. they consume microscopic organisms. ഇപ്പൊ സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ പറ്റാത്ത ആളായി ആ സമയത്ത് ഹെറ്ററോട്രോപിക്. യൂഗ്ലീന രണ്ട് തരം മോഡ് ഓഫ് ചെയ്യുന്നതോടൊപ്പം തന്നെ ന്യൂട്രീഷൻ എക്സിബിറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ രണ്ട് തരത്തിൽപ്പെട്ട ന്യൂട്രിയൻസ്, ഇപ്പം പ്ലാന്റ്സ് ആണെങ്കിൽ ഓട്ടോട്രോപിക് ആണ്, ആനിമൽസ് ആണ് ഹെറ്ററോട്രോപിക് ആണ്. പക്ഷേ ഇത് യൂഗ്ലീന്റെ അതേ ഓട്ടോട്രോപിക് ആണ്, അതോടൊപ്പം തന്നെ അടുത്ത നിമിഷം ഹെറ്ററോട്രോപിക് ആണ്. ഇങ്ങനെ രണ്ട് ടൈപ്പ് ന്യൂട്രീഷൻ കാണിക്കുന്ന ആ ഒരു പറഞ്ഞതിനാണ് യൂഗ്ലീന എക്സിബിറ്റ് മിക്സോട്രോപിക് ന്യൂട്രീഷൻ. ഓക്കെ, കാരണം എന്താണ്? ഓട്ടോട്രോപിക് ആണ്, ഒരു സൺലൈറ്റിലേക്ക് ഹെറ്ററോട്രോപിക് ആണ്. ഓക്കെ, അടുത്തൊരു ക്ലാസ്സിൽ പറഞ്ഞു കപ്പാസിറ്റി ഉണ്ട്. അതോടൊപ്പം തന്നെ യൂഗ്ലീന്റെ ബോഡിയിൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. ക്ലോറോപ്ലാസ്റ്റ് ഉള്ളതുകൊണ്ട് സ്വന്തമായിട്ട് ഫോട്ടോസിന്തസിസ് കൂടി ഫുഡ് പ്രിപ്പയർ ചെയ്യാം. ക്ലോറോപ്ലാസ്റ്റിന്റെ പ്രസൻസും സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള കഴിവൊക്കെ പ്ലാന്റ്സിനാണ്. അതുകൊണ്ട് യൂഗ്ലീനെ എവിടെ പ്ലേസ് ചെയ്യാം? പ്ലാന്റിൽ പ്ലേസ് ചെയ്യാം. അപ്പൊ യൂഗ്ലീനെ പ്ലാന്റ് കിങ്ഡത്തിലോ അനിമൽ കിങ്ഡത്തിലോ നമുക്ക് പ്രോപ്പറായിട്ട് വയ്ക്കാൻ സാധിക്കത്തില്ല. ബിക്കോസ് ക്യാരക്ടേഴ്സ് ഓഫ് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇദ്ദേഹം ഈ യൂഗ്ലീന എന്ന് പറയുന്ന ആള് ശരിക്കും ഒരു എന്താ പറയുന്നത്, ഒരു ആൻസിസ്റ്റർ ആണ്. ആരുടെ? പ്ലാന്റിന്റെ ക്യാരക്ടേഴ്സ് കാണിക്കുന്നുണ്ടെങ്കിൽ പ്ലാന്റിനെയും അനിമലിനെയും കണക്ട് ചെയ്യുന്ന ഒരു ലിങ്ക് ആയിട്ട് നമുക്ക് ആരെടുക്കാം? യൂഗ്ലീനെ എടുക്കുക. ടെക്സ്റ്റിനുള്ളതല്ല പറയുകയാണ്, ഇൻഡയറക്റ്റ് വന്നാൽ. കാരണം പ്ലാന്റ് ക്യാരക്ടേഴ്സ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ ആനിമൽ ക്യാരക്ടേഴ്സ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് യൂഗ്ലീനുമായിട്ട് കണക്ട് ചെയ്യുന്നത്. യൂഗ്ലീന എന്ന് പറയുമ്പോഴും ഈ പിക്ചർ മനസ്സിലുണ്ടായിരിക്കണം.
ഓക്കെ, സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ അടുത്ത ഏരിയയിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. യുഗ്ലിനോയിഡ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ വരുന്ന ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ് യുഗ്ലീൻ. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോട്ടെ, അടുത്ത ഏരിയയിലേക്ക് പോയിക്കോട്ടെ. ആരും ഒന്നും പറയാൻ സാധിക്കുന്നില്ല. ഹലോ ഹലോ കേൾക്കാൻ സാധിക്കുന്നു. എന്തേ പഠിക്കാൻ വേണ്ടി ഓക്കെ എന്ന് പറയുക. അടുത്ത പോർഷനിലേക്ക് പോകാനായിട്ട് യുഗ്ലിനോയിഡ്സ് ഓക്കെ ആണല്ലോ. ക്രൈസോഫൈറ്റ്സ് പറഞ്ഞു, ഡൈനോഫ്ലജല്ലേറ്റ്സ് പറഞ്ഞു, ഇതിന്റെ ആ ഐറ്റപ്പ് കൊണ്ടൊന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് പോയേക്കാവേ, വായിക്കുന്ന കൺഫ്യൂഷൻ ഉണ്ടാവണ്ട. യുഗ്ലിനോയിഡ്സ് കണ്ടോ, മെജോറിറ്റി ആദ്യം പറയാൻ പറ്റും. മെജോറിറ്റി ഓഫ് ദ കുടിക്കുന്ന കിണറിലെ വെള്ളത്തിലും നമ്മുടെ പരിസരത്ത് കാണുന്ന കിണറിലെ വെള്ളത്തിലും നമ്മുടെ പരിസരത്ത് കാണുന്ന കുളത്തിലെയും അതുപോലെ തന്നെ ചെറിയ സ്ട്രീംസിലെയും അരുവികളിലെയും ഒക്കെ വെള്ളത്തിൽ നമുക്ക് ആരെ കാണാം? യുഗ്ലിനോയിഡ്സിനെ കാണാം. ഓക്കെ, ഇനി നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ യുഗ്ലിനോയിഡ്സ് ഉണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങൾ, നോർമലി വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം നമ്മുടെ ഇൻഡസ്ട്രിയിൽ എത്തിക്കഴിഞ്ഞാൽ ഡൈജസ്റ്റീവ് എൻസൈംസ് ആണ് ഡൈജസ്റ്റ് ചെയ്ത് കളയും. ഓക്കെ, ഇനി ഫ്രഷ് വാട്ടറിലാണ് കാണുന്നത്. majority of the freshwater organism found in stagnant water. ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റ് വന്നു പോയി കേട്ടോ, ഞാൻ ഇങ്ങോട്ട് ശ്രദ്ധിക്കാണ് പറഞ്ഞതാണ്. യുഗ്ലിനോയിഡ്സിനെ എവിടെ കാണാൻ പറ്റും? ഫ്രഷ് വാട്ടർ. ഒരിക്കലും നമുക്ക് ഉപ്പ് അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിൽ കാണത്തില്ല. കുളത്തിലുണ്ട്, കിണറ്റിലുണ്ട്. മനസ്സിലായോ? യുഗ്ലിനോയിഡ്സിനെ നമുക്ക് കെട്ടിക്കിടക്കുന്ന വാട്ടറിൽ, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ, സ്റ്റാഗ്നന്റ് വാട്ടറിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഫ്രഷ് വാട്ടർ മാത്രമേ ഉള്ളൂ, എന്തില്ല? മറൈനില്ല. ആദ്യം നമ്മൾ പറഞ്ഞ ആള് ഫ്രഷ് വാട്ടറിലുണ്ട്, അതോടൊപ്പം തന്നെ മെറൈനും ഉണ്ട്. രണ്ടാമത് പറഞ്ഞ ആള് മെറൈനാണ്, ഡൈനോഫ്ലജല്ലേറ്റ്സ് കേട്ടോ, മെറൈനാണ്. തേർഡ് വൺ ഫ്രഷ് വാട്ടർ മാത്രമാണ്. They have protein rich layer called pellicle instead of cell wall. The pellicle make the body flexible. They have two flagella, one short, one long. They are photosynthetic in the presence of sunlight, but behave like heterotrophs under deprived light. Predating under small organisms. Okay, ഇവിടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് ആണ്. Hence the mode of nutrition is called mesotropic nutrition. ഇത് എടുക്കണേ. എന്താണ് മിക്സോട്രോപിക്? ഓട്ടോട്രോപിക് plus heterotropic gives mixotropic. Autotropic plus heterotropic gives mixotropic. Okay, then continue ചെയ്തു പോവുകയാണ്. Photosynthetic pigments, യുഗ്ലിനോയിഡ്സ് are identical to that of higher plants. ഇവിടെയും കൊടുക്കാം, that is chlorophyll A. Chlorophyll A ആണ് ഇവരുടെ ബോഡി. chlorophyll pigments ആണ്. കണ്ടിന്യൂ ചെയ്തോട്ടെ, അടുത്തേക്ക് പോകും. അടുത്ത മൂന്നാമത്തെ ഗ്രൂപ്പ്, മൂന്നെല്ലാം നാലാമത്തെ ഗ്രൂപ്പാണ്. ഒന്നെങ്കിൽ ചെറിയ റെഡ് കളറിലോ അല്ലെങ്കിൽ ബ്രൗണിഷ് കളറിലോ
അല്ലെങ്കിൽ ഒരു പെയിൽ ഗ്രേ കളറിലോ അല്ലെങ്കിൽ വൈറ്റ് കളറിലൊക്കെ കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞത് മനസ്സിലായ ജെല്ല് പോലെ ഉണങ്ങിയ തടിയുടെ മുകളിൽ ജെല്ല് പോലെ ജെല്ല് ഇരിക്കുന്ന പോലെ ഇരിക്കുന്നതാണ്. ഈ ഇരിക്കുന്ന ആള് സ്ലൈം മോൾഡാണ്. ഓക്കെ, ഉണങ്ങിയ തടിയുടെ മുകളിലാണ് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഇനി ഈ പോർഷൻ നമ്മളിപ്പം സ്ലൈം ബോർഡിന് ഇപ്പൊ ഉണങ്ങിയ തടിയുടെ മുകളിൽ നമ്മൾ സ്ലൈം ബോർഡിനെ കണ്ടുവെന്ന് കരുതുക. നമ്മൾ ഇതിൽ നിന്നൊരു പോർഷൻ, ഈ സ്ലൈം ബോർഡിലെ ഒരു ചെറിയ പാർട്ട് നമ്മൾ ഇവിടുന്ന് എടുത്തിട്ട് മൈക്രോസ്കോപ്പിന്റെ ഉള്ളിൽ വെച്ച് നോക്കിയാൽ, ഇതിനെ എടുത്ത് നമ്മൾ മൈക്രോസ്കോപ്പിലേക്ക് വെച്ച് ഒബ്സർവ് ചെയ്ത് കാണാം നമുക്ക് ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ ചേർന്നിരിക്കുന്നതാണ്. കണ്ടോ? ഓക്കെ, ഇങ്ങനെ ചെയ്ത് ഇതൊരു സ്ലൈം മോൾഡ് ആണ്, ഇത് ഒരു സ്ലൈം മോൾഡ് ആണ്, ഇത് അടുത്ത സ്ലൈം മോൾഡ് ആണ്, മൂന്നാം സ്ലൈം മോൾഡ്, നാലാമത്തെ അഞ്ചാമത്തെയാണ്. സ്ലൈമുകൾ ചേർന്ന് അടിങ്ങിയിരിക്കുമ്പോഴാണ് വഴുവഴുപ്പുള്ള ജെല്ല് പോലെ കംപ്ലീറ്റ് മാറുന്നത്. ഓക്കെ, വഴുവഴുപ്പുള്ള ഈ പറഞ്ഞിട്ടുള്ള ഈ കംപ്ലീറ്റ് സംഭവം ഈ പറഞ്ഞ സ്ലൈം മോൾഡിൽ ചേർന്ന് ഉണക്കുള്ളതാണ്. അതായത് ഇത് ഒരു സ്ലൈം, ഈ ഞാൻ ഈ റെഡ് കളർ വെച്ചിരുന്ന ഒരിടല്ല, കുറേ സ്ലൈമുകൾ ചേർന്ന് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് താഴേക്ക് ഒരു പിക്ചറോടെ വരയ്ക്കുന്നത്. ഇതൊക്കെ റെബ് ചെയ്തിട്ട് വേറൊരു പിക്ചർ വരയ്ക്കണേ. ഞാൻ മുമ്പേ വരച്ച പോലെ ഒരു ട്രീ ട്രാങ്ക് ഇവിടേക്ക് വരയ്ക്കുക. എന്നിട്ട് അതിൽ നമുക്ക് വരയ്ക്കാൻ, നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എളുപ്പം കാണിക്കാം. ഇതൊരു ഉണങ്ങിയ മരത്തിന്റെ കമ്പാണ്. ഇതിന്റെ മുകളിൽ സ്ലൈം മോൾഡോട്ടായിരിക്കും. സ്ലൈം മോൾഡിലും സെൽ വോളില്ല, അത് ഞാൻ പറഞ്ഞതേ. ഇത് സ്ലൈം മോൾഡാണ്. ഞാൻ പറഞ്ഞത് പല കളേഴ്സ് ജെല്ല് പോലാണ് ഇരിക്കുന്നത്. പല കളറിലായിരിക്കാം, ചിലപ്പോൾ ബ്രൗൺ ആയിരിക്കാം. നമ്മുടെ വീട്ടിലെ പറമ്പില് ഈ ഇലയെല്ലാം കരികിലെല്ലാം അടിച്ചു കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്ത് പറമ്പിൽ ചെന്ന് നോക്കണം. ആ ഇലകളൊക്കെ 2-3 ഇല, മേളത്തെ ഇലയെല്ലാം ഈ ഒരു കമ്പ് ഉപയോഗിച്ച് കുത്തി മാറ്റി കഴിഞ്ഞാൽ ഈ നനഞ്ഞ് കിടക്കുന്ന ഇലയുടെ മുകളിൽ ചെറുതായിട്ട് ഒന്നെങ്കിൽ വെള്ളക്കണലോ എന്താ ഈ എട്ടുകാലിയുടെയൊക്കെ വല പോലെ ഇങ്ങനെ കാണാം, പല ഡിസൈൻസിലൊക്കെ, അല്ലെങ്കിൽ ഈ ബ്രൗൺ കളറിലൊക്കെ ആയിട്ട് ഇരിക്കുന്നതാണ്. വഴുവഴുപ്പ് മഞ്ഞ കളറിലോ ബ്രൗൺ കളറിലോ കാണാം. ഇത് സ്ലൈം മോൾഡാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ഇതെടുത്ത് നമ്മൾ മൈക്രോസ്കോപ്പിൽ വെച്ച് കഴിഞ്ഞാൽ കാണാം ഇതെല്ലാം ഓരോ ചെറിയ 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 കോശങ്ങൾ, സെല്ലുകൾ കൊണ്ട്. ഇതെല്ലാം യൂണിസെല്ലുലാർ ഓർഗാൻസോ അല്ലേ? നമ്മൾ പഠിച്ചിരിക്കുന്ന പ്രോട്ടിസ്റ്റയാണ്. പ്രോട്ടിസ്റ്റിൽ വരുന്ന യൂണിസെല്ലുലാർ യൂക്കാരിയോട്ടിക് ഓർഗാൻസോ ആണ്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ക്ലാസ്സിലൊക്കെയാണ് പറയാറുണ്ട്, നമ്മുടെ മുന്തിരിയില്ലേ, ഗ്രേപ്സിന്റെ തൊലി പൊളിച്ച് കളഞ്ഞു വെച്ചു ഒരു 10-30 ഗ്രേപ്സിന്റെ തൊലി പൊളിച്ച് ഒരു ഗ്ലാസ് പാത്രത്തിൽ സ്ലൈം മോൾഡ്. ഓരോ സ്ലൈം മോൾഡാണ്. ഇത് ഒരു 10 മൊത്തം ഒരു എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ കാണുന്നത്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇങ്ങനത്തെ സ്ലൈം മോൾഡിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കണ്ടീഷൻസ്, അതായത് സിറ്റുവേഷൻ ഫേവറബിൾ ആകുമ്പോഴാണ്. അന്തരീക്ഷത്തിൽ തണുപ്പും ഈർപ്പവും ഉള്ള സമയത്ത്, അത് മഴക്കാലത്താണ് നമുക്ക് ഈ തടിയുടെ മുകളിൽ ഈ ജെല്ല് പോലുള്ള പോർഷൻ കാണാൻ സാധിക്കുന്നത്. എപ്പോഴാണ്? ഡ്യൂറിങ് ഫേവറബിൾ കണ്ടീഷൻ. ഫേവറബിൾ കണ്ടീഷനിൽ ഇപ്പം ഒരു സ്ലൈം മോൾഡ് ആണ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇതാ ഒരു സ്ലൈം, ഇത് ഒരു സ്ലൈം മോൾഡാണ്. ഇപ്പൊ കണ്ടീഷൻ അനുകൂലമല്ല, കുറച്ച് ദിവസം കഴിയുന്നു കണ്ടീഷൻ അനുകൂലമാവുകയാണ്. ഈ സ്ലൈം മോൾഡ് സ്പ്ലിറ്റ് ചെയ്ത് 2 ആകും, രണ്ടും സ്പ്ലിറ്റ് ചെയ്ത് 4 ആകും, അത് 8 ആകും. അങ്ങനെ ഇത് ഇവിടെ നിറയും. അത് എവിടെയാണ് നിറയുന്നത്? ആ ഭാഗത്ത് അതിന്റെ മുകളിൽ ജെല്ലിയിലേക്ക് അപ്പിയറൻസ് വരും. ഓക്കെ, അപ്പൊ സ്ലൈം മോൾഡ് ഫേവറബിൾ കണ്ടീഷനിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് മാസ് ഓഫ് സെൽസിൽ പറഞ്ഞ പേരാണ് പ്ലാസ്മോഡിയം എന്നാണ് പറഞ്ഞത്. പ്ലാസ്മോഡിയം, PLASMODIUM. എന്താണ് പ്ലാസ്മോഡിയം എന്ന് പറഞ്ഞാൽ? സെല്ലുലാർ അഗ്രിഗേഷൻ ഓഫ് സ്ലൈം മോൾഡ് ഡ്യൂറിങ് ഫേവറബിൾ സിറ്റുവേഷൻ. സാഹചര്യം അനുകൂലമാകുമ്പോൾ സ്ലൈം മോൾഡ് തുടർച്ചയായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഉണ്ടാകുന്ന ഗ്രൂപ്പ് ഓഫ് ജെല്ലി ലൈക്ക് അപ്പിയറൻസ് പറഞ്ഞവരാണ് പ്ലാസ്മോഡിയം. ഫേവറബിൾ കണ്ടീഷൻ. ഓക്കെ, ഇനി 1, 2, 3 മാസമൊക്കെ ആ സമയത്ത് ഈ ജെല്ലിയിലേക്ക് സബ്സ്റ്റൻസ് നമ്മൾ കാണാം. ഇനി മഴക്കാലമൊക്കെ മാറി
മാറിയിട്ട് വേനൽക്കാലമായി തുടങ്ങുമ്പോൾ ഈ സ്ലൈം മോൾഡുകളിൽ ഓരോന്നിൽ നിന്ന് കണ്ടോ, ഇതിലെ വലുതാക്കി വെച്ചു, ഇതിൽ ഓരോന്നിനും മുകളിലേക്ക് ഒരു സ്റ്റോക്ക്, ഒരു തണ്ട് അതിൽ നിന്നൊരു സ്റ്റോക്ക് വരുന്നത്. എന്നിട്ട് അതിന്റെ ടിപ്പ് ഒന്ന് ബൾജ് ചെയ്ത് ഒന്ന് സ്പെരിക്കൽ സ്ട്രക്ചർ ആവും. ഞാൻ ഇവിടെ ഒന്ന് വരച്ചു. ഏതൊക്കെയോ സെല്ലുകളിൽ നിന്ന് ഉണ്ടായതാണ് സെല്ലായിട്ട് ഞാൻ കാണിക്കുന്നത്. ഉണ്ടായ സ്പെരിക്കൽ സ്ട്രക്ചർ ആണ്. ഇത് ഇവിടെയും കൊണ്ട് വരയ്ക്കുന്നത് ഒരെണ്ണം കാണിക്കുന്നത്. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? അല്ല സാർ, അല്ല, ഒന്നും കേൾക്കുന്നില്ല. ഒന്നും കേൾക്കുന്നില്ല. ഇത്രയും നേരം പറഞ്ഞതും അവിടെ എഴുതിയതൊന്നും ഇത്രയും നേരം ഇല്ലായിരുന്നു. എന്ത് പറ്റി? എന്നിട്ടൊന്നും മിണ്ടാതിരുന്നേ? നെറ്റ് പ്രോബ്ലം ആണെന്ന് വിചാരിച്ചത്. അതെ അതെ, അത് എന്നാന്നറിയോ, അത് ഇപ്പൊ കേൾക്കാവോ? ഇപ്പം കറക്റ്റ് ആണോ പറയുന്നത്? അതേ സമയത്ത് അവിടെ കേൾക്കുന്നുണ്ടോ? അതെന്ത് പറ്റിയെന്നറിയോ എനിക്ക് തോന്നുന്നേ, ഒന്ന് രണ്ട് ഞാൻ എന്റെ ഈ ഫോണിൽ ഇപ്പൊ നെറ്റ് കണക്ട് ചെയ്തിരിക്കുന്നു, മറ്റേത് പിള്ളേർ ക്ലാസ് അറ്റൻഡ് ചെയ്തത്, അപ്പൊ അതുകൊണ്ടായിരിക്കും ഒരു കോള് കയറി ഞാൻ കട്ട് ചെയ്ത്. ആ സമയത്ത് എനിക്ക് തോന്നുന്നു നെറ്റ് കുറഞ്ഞ പോയതായിരിക്കും. ഇപ്പൊ കുഴപ്പമില്ലല്ലോ, കേൾക്കാവല്ലോ? ഇപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഉണ്ടെങ്കിൽ പറയണ്ട, കേൾക്കാൻ പറ്റുന്നില്ല എങ്കിൽ പറയണം. നമ്മളങ്ങനെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല നമ്മൾ കേൾക്കാതെ കണ്ട്. ഓക്കെ, ഇപ്പൊ ഞാൻ കണ്ടിന്യൂ ചെയ്യുവാണ്. ആ ഒരു പീക്ക് ടൈമിലാണ് ബ്രേക്ക് വരുന്നത്. ഞാൻ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരികയാണ്. നിങ്ങളെ നമ്മൾ പറഞ്ഞു ഉണങ്ങിയ മരക്കമ്പുകളിലും ഒക്കെയാണ് ഈ പറഞ്ഞ സ്ലൈം മോൾഡ്, അല്ലെങ്കിൽ ഉണങ്ങിയ പോർഷൻസിൽ ഡ്രൈ ആയിട്ടുള്ള വുഡ് പാർട്ടിക്കിൾസിലും അതുപോലെ ലീഫിലും ഒക്കെയാണ്, അല്ലെങ്കിൽ ഡീകേ ചെയ്യുന്ന, അങ്ങനെ പറയാം കറക്റ്റ് ആയിട്ട്, ചത്തുപോയ അഴുകിക്കൊണ്ടിരിക്കുന്ന ഡീകേ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് പാർട്ടുകളിലാണ് നമുക്ക് സ്ലൈം മോൾഡിനെ കാണാൻ സാധിക്കുന്നത്. അത് കണ്ടീഷൻ ഫേവറബിൾ ആകുന്ന സമയത്ത്, ഇതിന്റെ ഫേവറബിൾ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിൽ നല്ല മോയ്സ്ചർ, നല്ല തണുപ്പും നനവും ഒക്കെ ഉള്ള അവസരമാണ് ഇതിന് ഫേവറബിൾ കണ്ടീഷൻ. ആ സമയത്ത് ഈ ഓർഗാനിസം എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്ത് ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ മാസ് ഓഫ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് ജെല്ലൈക്ക് അപ്പിയറൻസ് ആയിട്ടായിരിക്കും കാണുന്നത്. ഇങ്ങനെ ഫേവറബിൾ കണ്ടീഷനിൽ സ്ലൈമോഡ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന മാസ് ഓഫ് സെൽസിന് വിളിക്കുന്ന പേരാണ് പ്ലാസ്മോഡിയം. പ്ലാസ്മോഡിയം എന്ന് പറഞ്ഞ് നമുക്ക് എപ്പോഴാണ് കാണാൻ പറ്റുന്നത്? ഡ്യൂറിങ് ഫേവറബിൾ സിറ്റുവേഷൻ. പ്ലാസ്മോഡിയം എപ്പോഴാണ്? ഫേവറബിൾ സിറ്റുവേഷനിലാണ് കാണാൻ സാധിക്കുന്നത്. ഇനി മഴക്കാലമൊക്കെ അങ്ങോട്ട് മാറി പയ്യെ വേനൽക്കാലമായി, ഡെഫിനിഷൻ എന്ന് പറയാമോ? പ്ലാസ്മോഡിയം ഞാൻ പറഞ്ഞു തരാമല്ലോ. പ്ലാസ്മോഡിയം ഡെഫിനിഷൻ നോട്ടിലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ. പ്ലാസ്മോഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി സെല്ലുലാർ സ്ട്രക്ചർ പ്രൊഡ്യൂസ്ഡ് ബൈ, മൾട്ടി സെല്ലുലാർ എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെ വേണ്ട, അങ്ങനെ എഴുതണ്ട.
ഇത് ശരിക്കും എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഫേവറബിൾ ആണോ അൺഫേവറബിൾ സിറ്റുവേഷനിലാണോ? ഫേവറബിൾ. ഫേവറബിൾ. അപ്പൊ എഴുതുന്നത് mass of plasmodium cells produced during favorable situation. Mass of plasmodium cells എന്നല്ല, mass of slime mold produced during favorable situation. ക്ലിയർ അല്ല. ഓക്കെ, ഇത് ക്ലിയർ ആണോ? ഈ ഇപ്പം വിൻഡോ ക്ലിയർ ആണോ? സ്ക്രീൻ ഓക്കെ ആണോ? ഓക്കെ, സ്ക്രീനിലോട്ട് നോക്കിയേ. കണ്ടോ? ഫോം കണ്ടോ? അഗ്രിഗേഷൻ കോൾഡ് അഗ്രിഗേഷൻ ഓഫ് സെൽസ്, കോൾഡ് പ്ലാസ്മോഡിയം അണ്ടർ സ്യൂട്ട്. അതുകൊണ്ട് ഞാൻ ഇത് നോട്ടായിട്ട് ഞാൻ പറയാനിത്. ഇത് കണ്ടീഷൻ ഫേവറബിൾ ആകുമ്പോൾ സ്ലൈം മോൾഡിന്റെ സെല്ലുകൾ, ഒരു സെല്ല് 2, 4 ഇങ്ങനെ ഡിവൈഡ് സ്ലൈം മോൾഡിന്റെ സെല്ലുകൾ ഒത്തിരി ചേർന്ന ഒരു ഗ്രൂപ്പ് ആയിട്ട് മാറും. Such aggregation of cells of slime mold during favorable condition is called plasmodium. കേൾക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എഴുതിയെടുത്തു. Aggregation of cells of slime mold during favorable situation. Aggregation of cells of slime mold during favorable situation is called plasmodium. Okay. Okay, clear ആണോ? ക്ലിയർ ആണ് സർ. ഇനി സിറ്റുവേഷൻ മോശമായി, അതായത് നമ്മുടെ എന്താ പറഞ്ഞ അറ്റ്മോസ്ഫിയറിലെ കണ്ടീഷൻസ് എല്ലാം മാറി. ഇപ്പം അറ്റ്മോസ്ഫിയറിൽ ഹ്യൂമിഡിറ്റി ഇല്ല, മോയ്സ്ചർ ഇല്ല, ഡ്രൈ സിറ്റുവേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ പ്ലാസ്മോഡിയം വെയിൽ ഇതിന്റെ സർഫസിൽ വീണ് കഴിഞ്ഞാൽ പ്ലാസ്മോഡിയം പയ്യെ ഡ്രൈ ആയിട്ട് ഉണങ്ങി ചത്തു പോകാൻ തുടങ്ങും. ഇനി പ്ലാസ്മോഡിയം എന്ന് പറയുന്ന ഈ ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ, നിലനിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാൻ തുടങ്ങുമ്പോഴേ പ്ലാസ്മോഡിയത്തിൽ നിന്നും, അതാണ് ഞാൻ വരച്ച് കാണിച്ചത്, ഈ പ്ലാസ്മോഡിയത്തിന്റെ സെല്ലുകളിൽ നിന്ന് ഇത് പ്ലാസ്മോഡിയത്തിലെ ഒരു സെല്ലാണ്, ഇത് ഒരു സ്ലൈം മോൾഡ് ആണ്, ഇത് അടുത്ത സ്ലൈം മോൾഡ് ആണ്, ഇത് അടുത്ത സ്ലൈം മോൾഡ് ആണ്. ഇതെല്ലാം കൂടെ ചേർന്നിരിക്കുമ്പോൾ എന്ത് വിളിക്കാം? പ്ലാസ്മോഡിയം എന്ന് വിളിക്കാം. ഓക്കെ, കണ്ടീഷൻ അൺഫേവറബിൾ ആകുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് മുകളിലേക്ക് ഒരു ട്യൂബിലേക്ക് സ്ട്രക്ചർ ഉണ്ടാവും. അതിന്റെ ടിപ്പ് ഒന്ന് പാടി ചെയ്യും. ഇത്രയും ആയി കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ ഉണങ്ങിപ്പോകും, പിന്നെ ഇതൊന്നും കാണത്തില്ല. മരത്തിന് മുകളിൽ നമുക്ക് ഇത്രയും കാണാൻ സാധിക്കും, ബാക്കി താഴെയുള്ള പോർഷൻ എല്ലാം പോകും, കരിഞ്ഞു പോകും. നമ്മൾ ഈ വരച്ചതിനകത്ത് രണ്ടും വരച്ചിട്ടുണ്ട്, ഇതും ചേർത്ത് വരച്ചിട്ടുണ്ട്. ഈ പ്ലാസ്മോഡിയം നമുക്ക് ഫേവറബിൾ സിറ്റുവേഷനെ കാണാൻ പറ്റത്തുള്ളൂ. ഇനി അൺഫേവറബിൾ സിറ്റുവേഷൻ ആകുമ്പോൾ പ്ലാസ്മോഡിയം മാറിയിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും? ഫ്രൂട്ടിംഗ് ബോഡി പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, fruiting body is produced from plasmodium during unfavorable situation. ഈ ഫ്രൂട്ടിംഗ് ബോഡിയുടെ ഉള്ളിൽ, ഇതിന്റെ അകത്തായിട്ട് സ്പോറുകൾ ഉണ്ടാവും. ഇതിന്റെ ഉള്ളിൽ സ്പോറുകൾ, സ്പോർ എന്ന് പറഞ്ഞാൽ യൂണിസെല്ലുലാർ സ്ട്രക്ചേഴ്സ് ആണ്. സ്പോറുകൾ, അത് ഈ കാണുന്ന എല്ലാ സ്പോറുകളാണ് ഇതിന്റെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോറുകളാണ്. എപ്പോഴാണ് ഫ്രൂട്ടിംഗ് ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത്? During unfavorable situation. From where fruiting body is produced? Fruiting body is produced from plasmodium. Okay, fruiting bodyയുടെ ടിപ്പിൽ കാണുന്ന ഈ പോർഷൻ വിളിക്കുന്നതാണ് സ്പൊറാഞ്ചിയം എന്ന് വിളിക്കാം. SPORANGIUM, സ്പൊറാഞ്ചിയം എന്നാണ് വിളിക്കുന്നത്. സ്പൊറാഞ്ചിയം. ഈ സ്പൊറാഞ്ചിയത്തിനകത്ത് കാണുന്ന ഈ സ്ട്രക്ചറിന് ഓരോന്നിനും നമുക്ക് സ്പോർ എന്ന് വിളിക്കാം. സ്പൊറാഞ്ചിയത്തിന്റെ അകത്താണ് സ്പോർ കാണുന്നത്. ഇനി ഈ സ്പൊറാഞ്ചിയം പൊട്ടും, ഇത് സ്പൊറാഞ്ചിയം പൊട്ടിട്ട് ഇവിടുന്ന് സ്പോറുകൾ റിലീസ് ചെയ്യും. ഇപ്പം കണ്ടീഷൻ പ്രതികൂലമാണ്, കണ്ടീഷൻസ് എന്താ പറഞ്ഞ അൺഫേവറബിൾ സിറ്റുവേഷൻ ആണ്, അതായത് ഡ്രൈ സീസൺ ആയി, വെയിൽ കൂടി. ഈ വെയിൽ ഇതിലേക്ക് തട്ടുമ്പോഴത്തേക്കും ഈ സ്പൊറാഞ്ചിയം ബ്രേക്ക് ഓപ്പൺ ചെയ്യും, ആൻഡ് സ്പോർസ് ആർ റിലീസ്ഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. സ്പോർസ് ആർ ക്യാരിഡ് ഔട്ട് ബൈ വിൻഡ്. കാറ്റിൽ കൂടി ഈ സ്പോറ് ചെന്ന് എവിടെയെങ്കിലും ഒക്കെ അതിന് പോസിബിൾ ആയിട്ടുള്ള സ്ഥലത്ത് വീഴും. ചില സ്പോറുകൾ തടിയുടെ മുകളിൽ വീഴും, ചിലത് എന്താ പറയുക വീടിന്റെ ടെറസിൽ വീഴും, ചിലത് ട്രീ ട്രങ്കിൽ ചെന്ന് വീഴും, ചിലത് നമ്മുടെ ബോഡി വീഴും. എന്നിട്ട് അത് അവിടെ കിടക്കും. അവിടെ കിടന്നിട്ട് എപ്പോഴാണ് മഴ പെയ്യുന്നത് അല്ലെങ്കിൽ അന്തരീക്ഷം അനുകൂലമാകുന്നത്, ആ സമയത്ത്
ഈ അന്തരീക്ഷത്തിലെ മോയ്സ്ചർ അബ്സോർവ് ചെയ്തുകൊണ്ട് ഈ ഓരോ സ്പോറും വളർന്ന് വലുതാകും. സ്പോറ് വളർന്ന് വലുതായി ഒരു സ്ലൈം മോൾഡ് ആയിട്ട് മാറും. ഓരോ സ്പോറും എൻലാർജ് ചെയ്ത് ഓരോ സ്ലൈം മോൾഡ് ആയിട്ട് മാറും. അങ്ങനെ ഉണ്ടാകുന്ന ഒരു സ്ലൈം മോൾഡ് ഉടനെ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്ത് 2 ആകും, അത് 4 ആകും. അങ്ങനെ ഇത് വലുതുപോലെ പ്ലാസ്മോഡിയമായിട്ട് മാറും. കണ്ടീഷൻ ഫെയറോൾ ആയി പ്ലാസ്മോഡിയമായിട്ട് മാറി. വാട്ട് ഈസ് പ്ലാസ്മോഡിയം? അഗ്രിഗേഷൻ ഓഫ് സെൽസ് ഓഫ് പ്ലാസ്മോഡിയം. പ്ലാസ്മോഡിയം സെല്ലുകൾ കുറെ എണ്ണം ഒരുമിച്ച് ചേർന്നിരിക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് പ്ലാസ്മോഡിയം. ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ഫെയറബിൾ കണ്ടീഷൻ. ഓക്കെ, ഇനിയും ആ ഒരു പീരീഡ് അല്ലെങ്കിൽ ആ ഒരു ഇയർ മുന്നോട്ട് മൂവ് ചെയ്യുകയാണ്. മഴക്കാലമൊക്കെ മാറി ഇനി പയ്യെ വേനൽക്കാലം ആകാൻ തുടങ്ങുമ്പോൾ ഈ പ്ലാസ്മോഡിയത്തിൽ നിന്ന് ഫ്രൂട്ടിംഗ് ബോഡി ഉണ്ടാവും. ഫ്രൂട്ടിംഗ് ബോഡി ടിപ്പിൽ സ്പൊറാൻജിയം കാണും. സ്പൊറാൻജിയത്തിൽ സ്പോറ് കാണും. സ്പൊറാൻജിയം ഓപ്പൺ അപ്പ് ചെയ്യും. സ്പോർസ് റിലീസ് ചെയ്യും. സ്പോർസിനെ വിൻഡ് ക്യാരി ചെയ്ത് പല സ്ഥലത്ത് കൊണ്ടുപോയി ഇടും. ആ സ്പോറുകൾ ആ ലൊക്കേഷനിൽ കിടക്കും. എപ്പോഴെങ്കിലും മഴ പെയ്ത് തണുപ്പും വെള്ളവും കിട്ടുന്ന സമയത്ത് സ്പോറുകൾ ഡെവലപ്പ് ചെയ്ത് ഒരു സ്ലൈം മോൾഡ് ആയിട്ട് മാറും. ആ ഒരു സ്ലൈം മോൾഡ് തുടർച്ചയായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ ഒരു അഗ്രിഗേഷൻ ഉണ്ടാവും, ഗ്രൂപ്പ് ഓഫ് സെൽസ് ഉണ്ടാവും. ആ അഗ്രിഗേഷൻ ജെല്ല് പോലെ ആയിരിക്കും ഇരിക്കുന്നത്. അതിന് വിളിക്കുന്ന പേരാണ് പ്ലാസ്മോഡിയം. ആ പ്ലാസ്മോഡിയം കുറെ നാളുകൾ മഴക്കാലം തീരുന്നവരെ നിലനിൽക്കും. മഴക്കാലം തീർന്നു കഴിയുമ്പോഴത്തേക്കും ഈ പ്ലാസ്മോഡിയത്തിൽ നിന്ന് പയ്യെ ഫ്രൂട്ടിംഗ് ബോഡി ഉണ്ടാകും. ഫ്രൂട്ടിംഗ് ബോഡി സ്പൊറാൻജിയം ഉണ്ടാവും. സ്പൊറാൻജിയത്തിൽ സ്പോർ ഉണ്ടാവും. അത് പൊട്ടി സ്പോർ റിലീസ് ചെയ്യും. ഈ പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ സ്ലൈം മോൾഡിന്റെ ജീവിത ചക്രത്തിൽ, ലൈഫ് സൈക്കിളിൽ 2 സ്റ്റേജുകൾ കാണാം നമുക്ക്. ഒന്ന് പ്ലാസ്മോഡിയം, that is produced during favorable situation, and second one is fruiting body, that is produced during unfavorable situation. Plasmodium produce fruiting body, again fruiting body produce plasmodium. Okay, ഇത്ര ഏരിയാസ് ആണ് ഇതൊക്കെ പറയാനുള്ളത്. പിക്ചർ വരച്ചെടുക്കാൻ സാധിക്കുന്നെങ്കിൽ സമയമുള്ളതുപോലെ വരയ്ക്കുക. പിക്ചർ ഒക്കെ നമ്മൾ തിയറി നമ്മൾ വായിച്ചിട്ട് ആ തിയറിയിൽ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് അത് നമ്മൾ പിക്ചർ ആക്കി വരയ്ക്കുകയാണ്. അല്ല ടെക്സ്റ്റുകളിലൊന്നും ഇതിനെ സംബന്ധിച്ച് പിക്ചർ സ്ലൈം മോഡിൽ നിന്ന് പിക്ചർ ഉണ്ട്, ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ അവിടെ കിടപ്പുണ്ട് ചില ബുക്കുകളിലൊക്കെ. അപ്പം തിയറി എന്താണ് അതുപോലെ ഞാൻ വരച്ചു വെച്ചിരിക്കുകയാണ്. നമുക്ക് ഒരു പിക്ചറൈസേഷൻ വിസിബിലിറ്റി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. സ്ലൈം മോൾഡ് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി സ്ലൈം മോൾഡിന്റെ റൈറ്റപ്പ് കൂടെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ സാധിക്കും. സ്ലൈം മോൾഡ് നമുക്ക് എവിടെ കാണാൻ കഴിയുന്നത്? ഡെഡ് ഓർഗാനിക് മാറ്റർ. ഓക്കെ, ചത്ത് എന്താ പറഞ്ഞ ദ്രവിച്ചു തുടങ്ങുന്ന അല്ലെങ്കിൽ എന്താ ഡീകേ ചെയ്യുന്ന ഇലകളുടെ സർഫസിലും ട്രീ ട്രങ്കിലും മരക്കുറ്റികളിലും ഒക്കെയാണ് കാണാൻ സാധിക്കുന്നത്. ഈ സ്ലൈം മോൾഡ് ഈ ഡെഡ് ഓർഗാനിക് മാറ്ററിലെ ഇലയുടെയും തണ്ടിന്റെയും അല്ലെങ്കിൽ കമ്പിന്റെയും ഒക്കെ മുകളിൽ കൂടി ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇപ്പൊ ഒരു എന്താ ഞാൻ ആദ്യം പറഞ്ഞു, ആദ്യം ഈ എന്താ സ്പൊറാൻജിയം പൊട്ടി സ്പോറ് ഒരു തടിയുടെ മുകളിൽ ചെന്ന് വീഴുന്നു അല്ലെങ്കിൽ ഒരു ഇലയുടെ മുകളിൽ ചെന്ന് വീഴുന്നു. മഴക്കാലം ആകുമ്പം ആ ഒരു സ്ലൈം മോൾഡിന്റെ ഒരു സ്പോറ് വളർന്നു ഒരു സ്ലൈം മോൾഡായിട്ട് മാറുന്നു. അത് പിന്നെയും മൾട്ടിപ്ലൈ ചെയ്ത് കുറെ എണ്ണമായിട്ട് ജെല്ലായിട്ട് മാറുന്നു. ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു സെല്ല് 2 ആയി 2, 4 ആയി 8 ആയി 16 ആയി ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ഒരു ഇലയുടെ മേളിലാണെങ്കിൽ ആ ഇലയിൽ ഇങ്ങനെ ഗ്രാജുവലി നിറയും. ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന അനുസരിച്ച് ഈ സെല്ലുകൾ ഇലയുടെ മുകളിൽ ഞാൻ ഇവിടെ നിന്ന് വരച്ച് കാണിക്കാം. ഇതാണ് ഇല. ഈ ഇലയുടെ മുകളിൽ വീണ ഒരു സ്ലൈം മോൾഡ് ആണിത്. ഈ സ്ലൈം മോൾഡ് എന്ത് ചെയ്യും? ചില കെമിക്കൽ സബ്സ്റ്റൻസ് ഇലയിലേക്ക് റിലീസ് ചെയ്യും. ആ കെമിക്കൽ സബ്സ്റ്റൻസ് ഇലയെ വിഘടിപ്പിക്കും, ഡീഗ്രേഡ് ചെയ്യും. അതിൽ നിന്ന് കിട്ടുന്ന ഫുഡ് ഇവ വലിച്ചെടുക്കും. അപ്പം സ്ലൈം മോൾഡ് എങ്ങനെയുള്ള ഓർഗാനിസം ആണ്? അവര് സാപ്രോഫൈറ്റിക് ഓർഗാനിസം ആണ്, മൃതഭോജികളാണ്. ഓക്കെ, ഇവർ റിലീസ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ഡെഡ് ഓർഗാനിക് പാറ്റേണിനെ ഡീകമ്പോസ് ചെയ്യുന്നു and certain energy is released or the food produced by in such a way is absorbed by the slime mold. അങ്ങനെ സ്ലൈം മോൾഡ് 2 ആയി 4 ആയി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവന്മാര് മൾട്ടിപ്ലൈ ചെയ്യുന്നതനുസരിച്ച് ഇവന്മാർ എന്ത് ചെയ്യും? ഈ ഇലയിലെ കമ്പോണൻസിനെ മുഴുവൻ ഡൈജസ്റ്റ് ചെയ്ത് അബ്സോർബ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മളിങ്ങനെ പറയാറുണ്ട്, സ്ലൈം മോൾഡ്സ് മൾട്ടിപ്ലൈ ചെയ്ത് ഡെഡ് ഓർഗാനിക് മാറ്ററിന് മുകളിലേക്ക് ഇങ്ങനെ ക്രീപ്പ് ചെയ്ത് അല്ലെങ്കിൽ അതിന് മുകളിൽ സ്പ്രെഡ് ചെയ്ത് പോവുകയാണ്. പോകുന്ന വഴിക്ക് എന്ത് ചെയ്യുന്നു? ഇവർ അതിൽ നിന്ന് ഫുഡ് അബ്സോർബ് ചെയ്യുകയും ചെയ്യുന്നു. ഞാൻ സ്ലൈം മോൾഡിന്റെ റൈറ്റപ്പിലേക്ക് വരികയാണ്. കുറച്ച് പോർഷൻസ് ഉള്ളൂ. വളരെ സ്ലോ ആയിട്ടാണ് ക്ലാസ് പോകുന്നത്. അടുത്ത ക്ലാസ് ഒരു വെച്ചിട്ട് സ്പീഡ് ആവണം നമുക്ക് കേട്ടോ.
പ്രോട്ടോസോവൻസ്, സ്ലൈം മോൾസ്. പറയുവാണേ, they form aggregation of cells called plasmodium under ഞാൻ മേളിൽ നോക്കിയാൽ they are saprophytic protist. സ്ലൈം മോൾഡ് എങ്ങനെയുള്ള ഓർഗാനിസം ആണ്? സാപ്രോഫൈറ്റിക് ആണ്. ഡെഡ് ഓർഗാനിക് മാറ്ററിന് മുകളിലാണ് പറയുന്നത്. The body moves along decaying twigs, leaves, engulfing organic materials. അപ്പൊ സ്ലൈം മോൾഡ് ഡീക്കേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇലകൾക്കും കമ്പുകളുടെയൊക്കെ മുകളിൽ പയ്യെ 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 സ്പ്രെഡ് ചെയ്യാണ്. ഞാൻ വീഡിയോ ഇട്ട് തരാം, അതും കൂടെ ലിങ്ക് ഇട്ട് തരാം, അതും കൂടെ കാണാം. ഓക്കെ, മുകളിൽ കൂടി ഉണ്ടായി വളർന്ന് വളർന്ന് വളർന്ന്, അതായത് ഇലയുടെയും അല്ലെങ്കിൽ ട്യൂഗിന്റെയൊക്കെ മുകളിൽ ആദ്യം ഒരു സ്ലൈം മോൾഡ് ആയിരിക്കും. ആ ഒരു സ്ലൈം മോൾഡ് അത്രയും ഭാഗത്തെ ഫുഡ് അബ്സോർവ് ചെയ്യും. അത് ഡിവൈഡ് ചെയ്ത് രണ്ടെണ്ണമായിട്ട് മാറുമ്പോൾ ആ രണ്ടെണ്ണവും അബ്സോർവ് ചെയ്യും. 4, 8, 16 ഇങ്ങനെ പോകുന്നതനുസരിച്ച് ഓരോ സ്ലൈം മോൾഡും അതിരിക്കുന്ന പോർഷനിൽ ഫുഡ് അബ്സോർവ് ചെയ്യും. അതാണ് പറഞ്ഞത് ദ ബോഡി മൂവ്സ് അലോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലൈം മോൾഡ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഓടിപ്പോവാന്നല്ല പറഞ്ഞത്. ഒരു സെല്ല് 2ആയി, അപ്പൊ വോളിയം കൂടി 4ആയി, പിന്നെ വോളിയം കൂടി 8ആയി, 16ആയി അനുസരിച്ച് ആ ലീഫിലോ അല്ലെങ്കിൽ സ്റ്റിക്കിലോ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. Then they form aggregation of cells called plasmodium under suitable condition. Under unfavorable condition, plasmodium differentiated from fruiting body. മനസ്സിലായോ? കണ്ടീഷൻ മോശമാകുമ്പോഴത്തേക്കും ഫ്രൂട്ടിംഗ് ബോഡി. അത് ഓർത്തോണം, ഇതാണ് ചോദിക്കുന്നത്. ഫേവറബിൾ സിറ്റുവേഷനിൽ പ്ലാസ്മോഡിയം, അൺഫേവറബിൾ ഫ്രൂട്ടിംഗ് ബോഡി. The fruiting bodies bear spores at their tip. കണ്ടോ, ഇത്രയൊക്കെ പറയുന്നുള്ളൂ. പക്ഷെ ഇതിന്റെ അകത്ത് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഫ്രൂട്ടിംഗ് ബോഡിയില് ടിപ്പില് സ്പോർ കാണുന്നുണ്ട്. സ്പോർ എന്തിൻ്റെ ഉള്ളിലായിരിക്കുന്നത്? ഫ്രൂട്ടിംഗ് ബോഡിയുടെ ടിപ്പില് സ്പൊറാഞ്ചിയ കാണും. സ്പൊറാഞ്ചിയക്കുള്ളില് സ്പോർ കാണും. ഓക്കെ, അടുത്തലേക്ക് വരുന്നു. The spores possess true cell wall. ഇതിന്റെ അകത്ത് കാണുന്ന ഈ സ്പോറിന് വെച്ചിട്ടുണ്ട്. ഇതാണ് സ്പോർ. ഈ സ്പോറിന് ചുറ്റും എന്തുണ്ട്? സ്പോറിന് ചുറ്റും ഇതാണ് ഒരു സ്പോറ്. സ്പോറിന് ചുറ്റും സെൽ വോൾ ഉണ്ട്, നല്ല കട്ടിയുള്ള സെൽ വോൾ. സ്പോർ possess cell wall. The spores possess true walls. They are resistant and survive for many years. അതായത് ഒരു അൺഫോൾഡ് സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ സ്പൊറാഞ്ചിയ പൊട്ടി റിലീസ് ചെയ്യുന്ന പോളൻ ഗ്രെയിൻസ്, സ്പൊറാഞ്ചിയ പൊട്ടി റിലീസ് ചെയ്യുന്ന സ്പോർസ് ഇപ്പം ഒരു ഡെഡ് ഓർഗാനിക് മാറ്ററിന്റെ മുകളിൽ ചെന്നാണ് വീഴുന്നതെങ്കിൽ, നനവുള്ള പോർഷനാണെങ്കിൽ അപ്പോഴേ അത് ഡെവലപ്പ് ചെയ്ത് പ്ലാസ്മോഡിയം സ്ലൈം മോൾഡ് ആയിട്ട് മാറും. പക്ഷെ ഇത് ചെന്ന് വീഴുന്നത് ഒരു കോൺക്രീറ്റ് ബിൽഡിങ്ങിന്റെ മുകളിലാണെങ്കിൽ അതിന് കണ്ടീഷൻ ഫേവറബിൾ അല്ലെങ്കിൽ അത് അവിടെ കിടക്കും, കുറെ നാൾ കിടക്കും. എപ്പോഴാണ് കണ്ടീഷൻ ഫേവറബിൾ ആകുന്നത് അപ്പോൾ അത് ജനറേറ്റ് ചെയ്യുന്നത്. അത് പറഞ്ഞത് അതിന് ചുറ്റും എന്താണ്? റെസിസ്റ്റൻസ്, സർവൈവ് മെനി ഇയേഴ്സ്. കേട്ടോ, ദേ ആർ റെസിസ്റ്റന്റ്. പല രീതിയിലും അതിന് റെസിസ്റ്റൻസ് ഉണ്ട്. അത് ചത്തുപോകാതെ റെസിസ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അത് കുറെ നാൾ റീറ്റെയിൻ ചെയ്തിട്ട് എപ്പോഴാണ് കണ്ടീഷൻ ഫേവറബിൾ ആണ് ആ സമയത്തായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. സ്പോർസ് ആർ ഡിസ്പേഴ്സ്ഡ് എയർ കറന്റ്സ്. ഓക്കെ, സ്പൊറാഞ്ചിയം പൊട്ടി റിലീസ് ചെയ്യുന്ന സ്പോർസ് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന എന്തിൽ കൂടിയാണ്? ത്രൂ എയർ കറന്റ്. ഓക്കെ, ആണ് സ്ലൈം മോൾസിനെ കുറിച്ച് പഠിക്കാനുള്ളത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാമോ? എന്തോ ക്ലാസ് 9:30 വരെയല്ലേ മക്കൾ? വൈൻഡ് അപ്പ് ചെയ്യുന്ന 9:30 വരെയല്ലേ പറഞ്ഞിരിക്കുന്ന ക്ലാസ്? സാറിന് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറഞ്ഞായിരുന്നല്ലോ. 8:30 അല്ലേ? നമ്മൾ എപ്പോഴാണ് തുടങ്ങിയേ? 7:30 to 8:30, 1 hour. ആ ശരിയാ കേട്ടോ, 9 o'clock ഒക്കെ കഴിഞ്ഞു പോയി. ഞാൻ വിട്ടുപോയി പോണേ. അതൊക്കെയാണ് കുഴപ്പം. 1.5 hour ഒക്കെ കഴിഞ്ഞു അല്ലേ? എന്നാ നമുക്ക് ഇവിടെ കൊണ്ട് നിർത്താം. നമുക്ക് വേറെ ജോലികളൊക്കെ ഉണ്ടല്ലേ കേട്ടോ. ഇവിടെ കൊണ്ട് നമുക്ക് നിർത്താം. സ്ലൈം മോൾഡ് വരുന്നത് അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പ്രോട്ടോസോവൻസും ഫംഗസും പഠിച്ചു കഴിഞ്ഞാൽ, പ്രോട്ടോസോവനും ഫംഗസും കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാപ്റ്റർ ഓൾമോസ്റ്റ് നല്ല ഒരു 70-80% ആയി. പിന്നെ ഒരു ക്ലാസ് കൂടെ ഉണ്ടെങ്കിൽ ഇനി ഫംഗസും കൂടെ കഴിഞ്ഞിട്ട് ലൈക്കൻസ് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പിക് വരും. ഓക്കെ, ഇപ്പൊ പ്രോട്ടോസോവൻസ് നമുക്ക് 4 ഉണ്ട്. 4 ഒരുമിച്ച് ഒറ്റയടിക്ക് പഠിക്കാം. അപ്പൊ ഇന്ന് വളരെ കുറച്ച് ഏരിയ നമ്മൾ പഠിച്ചിട്ടുള്ളൂ കേട്ടോ. ഇത്ര ഏരിയ പഠിച്ചിട്ടുള്ളൂ. ഏതൊക്കെ നമ്മൾ പഠിച്ചത്? ഏതൊക്കെ ഏരിയാസ് പഠിച്ചു? നമുക്ക് വൈൻഡ് അപ്പ് ചെയ്തേക്കാം. ഏതൊക്കെ ഏരിയ പഠിച്ചത്? പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന ആ ഗ്രൂപ്പാണ് പഠിച്ചത്. അത് ക്രൈസോഫൈറ്റ്സ് പഠിച്ചു, ഡൈനോഫ്ലൈഡേറ്റ്സ് പഠിച്ചു, സ്ലൈമോട്സ് പഠിച്ചു, യൂഗ്ലിനോയിഡ്സ് പഠിച്ചു. ഓക്കെ, സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യാം. അല്ല ഇനി എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ 9 മണി എന്നാ പറഞ്ഞത്? 9:15 9 കഴിഞ്ഞു.
ഓക്കെ, വേറെ ഒന്നുമില്ലെങ്കിൽ ഞാൻ ഓഫ് ചെയ്യാണ്. താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ. Thank you, sir.